പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപതേ സർവാമയാൽ പാഹിമാം. എല്ലാ അമയത്തിൽ നിന്നും രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ. ആരെ വിളിച്ചിട്ടാ പറയുന്നത്? പ്രഹ്ലാദപ്രിയ. അവിടെ വേണമെങ്കിൽ ഭക്ത ജനപ്രിയ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഇതേ വാക്കിന് തുല്യമായിട്ടുള്ള പ്രഹ്ലാദപ്രിയ ഇതേപോലുള്ള 5 അക്ഷരങ്ങളൊക്കെ പ്രയോഗിക്കാനുള്ള കഴിവൊക്കെ ആർക്കുണ്ട്? നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതേപോലുള്ള പദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഒരു വിഷമമില്ലാത്ത കവിയാണ് അദ്ദേഹം. വേണമെങ്കിൽ പ്രയോഗിക്കായിരുന്നു. പക്ഷെ പറഞ്ഞത് എന്താ? പ്രഹ്ലാദപ്രിയ. ഒരു ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനെ എന്ന് പറഞ്ഞൂടെ? അദ്ദേഹത്തിന് വാശി കൊണ്ടാണ് അത്ര പറയാതിരുന്നത്. അതെന്താ? 25 ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ടിരിക്കുന്നു, എൻ്റെ അസുഖം മാറ്റി തരുന്നില്ല. പ്രഹ്ലാദൻ വിളിച്ചപ്പോൾ ഓടി വന്ന് രക്ഷിച്ചു. അപ്പം പിന്നെ എൻ്റെ അസുഖം മാറ്റി തരാനേ പറ്റില്ലെങ്കിൽ പ്രഹ്ലാദിന് മാത്രം പ്രിയനായിട്ടുള്ള, പ്രഹ്ലാദിനോട് മാത്രം പ്രിയമുള്ളവനെന്ന് പറഞ്ഞാൽ മതി എന്നുള്ള എനിക്കാണ് പ്രഹ്ലാദപ്രിയ എന്ന് പറഞ്ഞ് നിർത്തിയത്. വേറെയും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. പ്രഹ്ലാദിനെ പോലുള്ള ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനെ എന്നൊക്കെ അർത്ഥം പറയാം. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ പ്രകരുഷേണ ആഹ്ലാദമുള്ളവന് പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ എന്ന്. പ്രകരുഷേണ ഒരു ഉപാധിയും കൂടാതെ ആനന്ദിക്കാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഭക്തി കൊണ്ടേ സാധിക്കൂ. മറ്റുള്ള ഒരു ഉപാധിയും കൂടാതെ സ്വാഭാവികമായിട്ട് നമുക്ക് ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവത് ഭക്തി കൊണ്ടേ സാധിക്കൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ. പ്രഹ്ലാദപ്രിയ എന്ന് പറഞ്ഞാൽ ഭക്തപ്രിയ എന്ന് തന്നെയാണ് അർത്ഥം. എന്നാലും ഇങ്ങനെയൊക്കെ ഭക്തന്മാർ അവരുടെ എന്താ പറയുക, ഭഗവാന്റെ മുമ്പിലൊക്കെ വ്യാഖ്യാനിക്കാറുണ്ടെന്ന് മാത്രം. ഒരുപാട് ദശകങ്ങളിലൂടെ ഭഗവാന്റെ എത്രയോ കഥകളാണ് ഇവിടെ വായിച്ചു പോയത്. ആദ്യം ഈ ലോകം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള സൃഷ്ടി പ്രകരണത്തെ വർണ്ണിക്കുന്നുണ്ട്. അതിനു മുമ്പ് വിവിധമായ യോഗമാർഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ആ യോഗമാർഗങ്ങളിലെ ഏറ്റവും ശ്രേയോമാർഗങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം ഭക്തിയോഗം തന്നെയാണ്. ബാക്കിയുള്ള യോഗമാർഗങ്ങളൊക്കെ അത് ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒക്കെ ക്ലേശകരമായിട്ടുള്ളതാണെങ്കിൽ ശ്രേയോമാർഗങ്ങളിലെ ഭക്തിയോഗത്തിൻ്റെ മഹത്വം എന്താണ്? എല്ലാ സമയത്തും ഒരേപോലെ പ്രാരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒക്കെ മധുരമായതാണ് ഭക്തിയോഗം. അതിൻ്റെ മഹത്വം പ്രഖ്യാപിച്ച് അഷ്ടാംഗ കല്യതാമമ എന്നുള്ള രീതിയിൽ അഷ്ടാംഗ ധ്യാനയോഗത്തെക്കുറിച്ചൊക്കെ ഞാൻ അതൊക്കെ അഭ്യസിച്ചുകൊണ്ട് ആ മാർഗങ്ങളിലൊക്കെ ഉയർന്ന് ഭഗവത് പദത്തിലേക്ക് എത്തിച്ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ലോകം എങ്ങനെ ഉണ്ടായി, ഏകനും അദ്വിതീയമായിട്ടുള്ള ഭഗവാൻ ഞാൻ പലതായിത്തീരട്ടെ എന്ന സങ്കല്പത്തോട് കൂടിയിട്ട് സൃഷ്ടിക്കുന്നതും പലതായിത്തീരുന്നതും, പിന്നെ വിവിധ തവ പ്രധാന വിക്ഷേപ ശക്തിമത് ആകാശവായു വായോരഗ്നി അഗ്നേരാവ അഭ്യപൃഥിവീച്ച ഉത്പദ്യത്തെ എന്നുള്ള സൃഷ്ടി പ്രകരണത്തെ വളരെ മനോഹരമായിട്ട് ആ സ്പർശാദികളാകുന്ന ശബ്ദസ്പർശരസാദികളാകുന്ന തന്മാത്രകളെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഇവിടെ സൃഷ്ടിക്രമത്തെയൊക്കെ അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ നാഭിപത്മത്തിന് ബ്രഹ്മാവ് അനവധികാലം തപസ്സനുഷ്ഠിക്കുന്നതും പിന്നെ തൻ്റെ ആധാരാന്വേഷിച്ചുകൊണ്ട് അനവധികാലം സഞ്ചരിക്കുന്നതും തപസ്സനുഷ്ഠിക്കുന്നതും ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷമാവുന്ന സമയത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് പ്രസാദിപ്പിച്ചുകൊണ്ട് സൃഷ്ടിയിൽ ഏർപ്പെടുന്നതും, എങ്ങനെയൊക്കെ സൃഷ്ടിച്ചിട്ടും വേണ്ട പോലെ ആയിത്തീർന്നില്ല. പിന്നെ ആ മനസ്സിനെ ശാന്തമാക്കി സനകാദി മഹർഷിമാരെ സൃഷ്ടിച്ചതു. അത് കഴിഞ്ഞ് മറ്റുള്ള ശാസ്ത്രങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. തൻ്റെ ശരീരം ഉണ്ടാക്കി തീർത്ത ഒരു ഭാഗത്ത് നിന്ന് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു. അവരോട് ദാമ്പത്യധർമ്മം അനുസരിച്ച് സൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് സൃഷ്ടി ഒന്നും വർദ്ധിപ്പിക്കാൻ ഭൂമിയെ കാണാനില്ല. ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മാവ് ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാൻ കൊലരൂപിയായിട്ട് അത്യത്ഭുതമായിട്ടുള്ള വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ഭൂമിയെ ഉദ്ധരിക്കുന്നു. ഭാഗവതത്തിലാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ സ്തുതിച്ചു എന്നൊക്കെ വിസ്തരിച്ച് പറയും. അത് എങ്ങനെ മഹർഷിമാര് യജ്ഞവരാഹമൂർത്തിയായിട്ട് മഹർഷിമാർ ഭഗവാനെ നമസ്കരിച്ചു എന്ന്. അതായത് ഒരു യാഗത്തിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടോ ആ സാധനങ്ങളായിട്ട് യജ്ഞസ്വരൂപനായിട്ട് ഭഗവാനെ കണക്കാക്കിക്കൊണ്ടാണ് വീണ്ടും നമസ്കരിച്ചത്. ഹിരണ്യാക്ഷൻ എന്നു പേരായ അസുരൻ, ഹിരണ്യപ്രാരംഭ, ഹിരണ്യെന്ന് മുമ്പ് പേരുള്ള ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുവിൻ്റെയൊക്കെ കഥ ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ച് ചുരുക്കി പറഞ്ഞെങ്കിൽ ഇങ്ങനെയല്ലേ പറ്റുള്ളൂ.
അതുകൊണ്ട് അദ്ദേഹം വളരെ ചുരുക്കിയാണ് മേൽപ്പത്തൂർ അവതരിപ്പിച്ചത്. ദിതി ദേവിയുടെ കശ്യപ പ്രജാപതിയുടെ ഭാര്യമാരാണ് ദിതി, അദിതി. ദിതി ദേവിയുടെ മക്കളാണ് ദൈത്യന്മാർ, അതിഥിയുടെ മക്കൾ ആദിത്യന്മാർ. ഇതൊക്കെ എങ്ങനെയുണ്ടാവുക? ഈ അസുരന്മാരായ മക്കൾ എങ്ങനെയുണ്ടാവും? അവരുടെ സ്വഭാവം അനുസരിച്ച് ഉണ്ടാവുക. സന്ധ്യാസമയത്ത് ഭർത്താവിനെ കാമചേഷ്ടകളെ കൊണ്ട് മോഹിപ്പിച്ചതുകൊണ്ട് അസുരന്മാരായ മക്കൾ ഉണ്ടാവുന്നുവെന്ന്. സന്ധ്യാസമയത്ത് കാമചേഷ്ടകളെ കൊണ്ട് മോഹിപ്പിക്കാനായിട്ട് വന്നപ്പോൾ ഈ സമയത്ത് ഇതുപോലെയുള്ള വികാരങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്ന് പറഞ്ഞു. എങ്കിലും സന്ധ്യാസമയത്ത് തന്നെ ഭഗവാന്റെ സങ്കല്പം അനുസരിച്ച് എന്നുള്ള ഭാവത്തിൽ പുത്രോത്പാദനം നടത്തി. 2 മുടിയന്മാരായ മക്കൾ ഉണ്ടാവട്ടെ എന്നുള്ള ശാപവും കിട്ടി ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന്. ആ അതിഭയങ്കരന്മാരായ 2 പേരുടെ പ്രഭാവം കൊണ്ട് ലോകം മുഴുവൻ കഷ്ടപ്പെട്ടപ്പോൾ ആ ദേവന്മാർ പോയിട്ട് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ച് ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു 2 പേരും ഭഗവാന്റെ അടുത്ത പാർശ്വന്മാരാണ്. സനകാദി മഹർഷിമാർ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാനെ കാണാൻ വേണ്ടി പുറപ്പെട്ടപ്പോൾ ഓരോ ഗോപുരങ്ങൾ കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത് എത്താറായപ്പോഴാണ് കാവൽക്കാരായ ജയവിജയന്മാർ അവിടെ നിന്നിരുന്നു. അവർ ഈ മഹർഷിമാരുടെ മഹത്വം മനസ്സിലാക്കാതെ വാക്കുകൊണ്ടും വടികൊണ്ടും അവിടെ തടഞ്ഞു നിർത്തി. ഭഗവാന്റെ അടുത്തേക്കുള്ള യാത്രയ്ക്ക് തടസ്സം വന്നപ്പോൾ മഹർഷിമാര് പൊട്ടിത്തെറിച്ചുപോയി. നിങ്ങൾ അസുരന്മാരായി പോകട്ടെ ശപിച്ചു. ശപിക്കാൻ കാരണം എന്താണെന്ന് കൃത്യമായിട്ട് നാരായണീയം പറയും. എന്തുകൊണ്ടാ? സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ. ഭഗവാന്റെ സങ്കല്പം അത് ലോകത്തിൽ വല്ലതും നടക്കുന്നുണ്ടോ? ഈ പരമസാത്വികന്മാരായ സനകാദി മഹർഷിമാര് ഒരു വസ്ത്രമില്ല, കുട്ടികളെ പോലെയാണ്. 5 വയസ്സ് 6 വയസ്സായി എന്നും തോന്നുക. തപോയുക്തന്മാരാണ്. കാമം ക്രോധം അടുത്തുകൂടെ പോലും പോയിട്ടില്ല. അങ്ങനെയുള്ള അവര് ശപിച്ചു എന്ന് പറഞ്ഞാൽ സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ. ഒക്കെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രം ശപിച്ചു. ഭഗവാൻ തന്നെ വന്ന് ശാപം 3 ജന്മത്തിലേക്ക് ചുരുക്കി കൊടുത്തു. അവരാണത്രേ അമ്മയുടെ ഈ ദിതിദേവിയുടെ ഗർഭത്തിൽ വളർന്നു വരുന്നത്. എന്തായാലും ക്രമേണ അവർ ഹിരണ്യാക്ഷന് ഹിരണ്യകശിപു എന്നുള്ള പേരിൽ ജനിക്കുന്നു. ഹിരണ്യാക്ഷൻ ദിഗ്വിജയത്തിനായിട്ട് പോകുന്നു. ആരും ഹിരണ്യാക്ഷനെ തോൽപ്പിക്കാനില്ല. അവസാനം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു, ശാപം കിട്ടിയിരുന്നു അതിനു മുമ്പ്. വരുണൻ്റെ അടുത്ത് പോയിട്ട് എന്നെ യുദ്ധത്തിന് എതിരിടെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, നിനക്ക് ഹരിയുടെ കൈകൊണ്ട് മരിക്കേണ്ടി വരും, ഹരി നിന്നെ അടിച്ചു കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി എവിടെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നാരദ മഹർഷി കാണിച്ചു കൊടുത്തത് വരാഹമൂർത്തിയായുള്ള ഭഗവാനെ. ഇതൊരു പന്നിയല്ലേ, കാട്ടുപന്നിയല്ലേ എന്നൊക്കെ പറഞ്ഞു. വാക്കുകൊണ്ടും ആയുധം കൊണ്ടും ഒക്കെ ഉള്ള യുദ്ധം ഉണ്ടായി. ക്രമേണ കരയണ കർണമൂലേഹൻ ചെവിക്കടിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കുന്നുണ്ട്. ഹിരണ്യാക്ഷരു വധിച്ച ലോകത്തെ അനുഗ്രഹിച്ചതായിട്ടുള്ള വരാഹമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയല്ലേ വരാഹമൂർത്തിയായിട്ട് അവതരിച്ച് ലോകത്തെ അനുഗ്രഹിച്ചത്. അങ്ങനെയുള്ള ഭഗവാൻ ഗുരുവായൂരപ്പൻ എന്നെ രക്ഷിക്കണേ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന്. ഇങ്ങനെ പിന്നെ ബ്രഹ്മപുത്രനായിട്ടുള്ള കർദമ പ്രജാപതി മധ്യപുത്രി മനുവിൻ്റെ മധ്യപുത്രിയായിട്ടുള്ള ദേവഹൂതിയെ വിവാഹം കഴിക്കുന്നുണ്ട്. ദേവഹൂതിയെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുക്കുക ഉണ്ടായതെന്ന്. തപോയുക്തനായിട്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു കൊടുത്തു. വിവാഹം കഴിക്കുമ്പോൾ ഒരു ഡിമാൻഡൊക്കെ ഉണ്ടെന്ന് വിസ്തരിച്ച് ഭാഗവത്തിൽ പറയും. എന്താ ഡിമാൻഡ്? മരനും അല്ലെങ്കിൽ മകളെയും കൊണ്ടുവരിക അച്ഛനമ്മമാർ കർദമ പ്രജാപതിയുടെ അടുത്തേക്ക്. എൻ്റെ മകളെ അങ്ങ് വിവാഹം കഴിക്കില്ലേ? ഓ സമ്മതമാണ്, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താ? കല്യാണം കഴിഞ്ഞാൽ, കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി ഉപേക്ഷിച്ചു പോവും. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഉപേക്ഷിച്ചു പോവും. നന്നാവില്ലേ? പക്ഷെ സമ്മതിച്ചു, ദേവഹൂതി സമ്മതിച്ചു. കാരണം ഭഗവാനെ പുത്രനായിട്ട് കിട്ടാൻ ഭാഗ്യമുള്ളവളാണ്, അതുകൊണ്ട് സമ്മതിച്ചു. എന്തുകൊണ്ട്? ഈ ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ കാലാകാലം വീട്ടിലിരിക്കേണ്ടതല്ല. പിന്നെ എങ്ങനെ വേണം? ഗൃഹസ്ഥാശ്രമ ജീവിതം നയിച്ച് മൂത്ത മകനോ മകൾക്കോ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്ക് ഭർത്താവിനും സ്വതന്ത്രമായിട്ട് പിന്നെ പോകാം. ഒരുമിച്ച് പോകണമെങ്കിൽ ഒരുമിച്ച് പോകാം, ഒരുമിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടാവാം. അല്ലെങ്കിൽ പണ്ടൊക്കെ എങ്ങനെയാ കാട്ടിൽ പോകണം. ഇന്നിപ്പോൾ അത് പറ്റില്ല. പിന്നെ ഇതുപോലെയുള്ള യജ്ഞങ്ങളിലേക്ക് വരാം. ഗൃഹമാവുന്ന ബന്ധം ഉപേക്ഷിക്കണം.
വേണമെങ്കിൽ പണ്ട് തമിഴ്നാട്ടിൽ നിന്നൊരു ബൊമ്മ വരാറുണ്ട്. ആ ബൊമ്മയുടെ പേരാണ് ചെട്ടിയാർ ബൊമ്മ എന്ന്. എന്താ അതിൻ്റെ പ്രത്യേകത? അതിനെങ്ങനെ വെറുതെ ഇരുത്തിയാൽ മതി, ചെറിയ കാട് തട്ടിയാൽ ആടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ എന്ത് വേണം? ഈ ബൊമ്മയെ പോലെ ആവണം, ആരെന്തെങ്കിലും മിണ്ടിയാലും. അപ്പോൾ അവർ വിചാരിക്കും എന്ത്, ഒന്ന് അങ്ങോട്ട് പോവോ, ശരിയെന്ന് വിചാരിക്കും. അങ്ങോട്ട് പോകരുതിട്ടാ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും തലയാട്ടും. എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ അപ്പോഴേക്കും ആ കാറ്റ് കൊണ്ട് ഈ ബൊമ്മ ആടിക്കൊണ്ടിരിക്കും. അതുപോലെ ആടിക്കൊണ്ടിരിക്കുക. അല്ലാതെ മക്കളുടെയും ആൺമക്കളുടെ ഭാര്യമാരുടെ പിന്നാലെയും അല്ലെങ്കിൽ പെൺമക്കളുടെ ഭർത്താക്കന്മാരുടെ പിന്നാലെയും പേരക്കുട്ടികളുടെ പിന്നാലെയും തട്ടിക്കയറി വെറുതെ തല്ലുകൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ തലയാട്ടുക, അല്ലാതെ വേറെ പണിക്കൊന്നും പോവരുത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ്. ഇതാ അദ്ദേഹം പറഞ്ഞതിൻ്റെ കാര്യം. എന്തായാലും പിന്നെ വിവാഹം കഴിച്ചു കൊടുത്ത് ചരിതം തേ സുഖം നിനായ. മനു എവിടെ പോയി? അവരുടെ നാട്ടിൽ പോയി. പിന്നെ സുഖമായിട്ട് അവരുടെ വലിയ കാലഘട്ടമാണ് മനുവിൻ്റെ. അതൊക്കെ ചരിതം തേ സുഖം നിനായ, സുഖമായിട്ട് കഴിച്ചു കൂട്ടി ഇത്ര അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്? ഭഗവാന്റെ കഥകൾ കേട്ടിട്ടാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയത്. ഭാഗവതം പറയും എങ്ങനെയാ കഥ കേട്ടതെന്ന്. എങ്ങനെയാ കഥ കേട്ടത്? എന്തുകൊണ്ടാ ഭഗവത് കഥകൾ കേൾക്കുക? ചെവി കൊണ്ട് പോരാ. ഭാഗവതം പറഞ്ഞത് ചെവി കൊണ്ട് കേട്ടാ പോരാന്നാണ്. പിന്നെ ഹൃദാശൃണ്വൻ ഹരേ കഥ, മനസ്സുകൊണ്ടും കേട്ടാ പോരാ. പിന്നെ എന്ത് വേണം? ഹൃദയം കൊണ്ട് കേൾക്കണം. അതെങ്ങനെയാ കേൾക്കുക? ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കണം. കാര്യം ഏകദേശം മനസ്സ് ഹൃദയമൊക്കെ ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഹൃദാശൃണ്വൻ ഹരേ കഥ, ഹൃദയം കൊണ്ട് കേട്ടു. ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ജീവിതമാണ്, ഇതെനിക്ക് പ്രാവർത്തികമാക്കാനുള്ള കാര്യമാണ്. അങ്ങനെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കലാണ് ഭഗവത് കഥകൾ കേട്ടുകൊണ്ട് ഈ ധർമ്മത്തെ നമ്മൾ അനുസരിച്ച് ജീവിക്കുക. അപ്പോഴാണ് അത് അനുഭവമായി തീരുക. പിന്നെ ഭർത്താവിനെ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിച്ചു ദേവഹൂതി ദേവി. അതിൻ്റെ ഫലമായിട്ട് സാധാരണ സ്ത്രീകൾക്ക് പോലും കഴിയാത്ത രീതിയിൽ കാമക്രോധാദികളാകുന്ന വികാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചു. ഭർത്താവ് എല്ലാ സുഖഭോഗങ്ങളും നൽകുകയാണ്. പിന്നെ കാമഗന്ധവരായിട്ടുള്ള വിമാനം, അതിലെല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ ആ കൊട്ടാരത്തിൽ കയറി വിമാനമായിട്ടും ഭൂമിയിൽ വാഹനമായിട്ടും വെള്ളത്തിലൂടെ കപ്പലായിട്ടും ഒക്കെ ഓടിക്കാവുന്ന വിമാനത്തിൽ കയറി ദിവ്യലോകങ്ങളിലൂടെ സഞ്ചരിച്ച് 9 പെൺകുട്ടികളുണ്ടായി. 9 പെൺകുട്ടികളുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം താഴത്ത് വന്നു. ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ, അങ്ങേ പോലുള്ളൊരു മഹാത്മാവിനെ കിട്ടിയിട്ട് നിസ്സാരമായ വിഷയങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചു. അതുകൊണ്ട് ഇനിയുള്ള കാലം സത്സംഗമായിട്ട് മാറണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ആ വിമാനമൊക്കെ കളഞ്ഞ് ഭഗവാനെ ഭജിക്കാനായിട്ട് അവിടെ തയ്യാറായി. അങ്ങനെ അവരുടെ ഭജനത്തിന് ഫലമായിട്ട് അരണി കടഞ്ഞ അഗ്നി ഉണ്ടാവുന്ന പോലെ ഭഗവാൻ കപില തനുരീതിത്വം, കപില തനുവായിട്ട് ഗുരുവായൂരപ്പ അവിടെ നിന്ന് വന്ന് ഉപദേശങ്ങൾ നൽകി. കപില വാസുദേവനായിട്ട് വന്നു എന്ന്. അരണി എന്ന് പറഞ്ഞാൽ എന്താ? അരണി എന്ന് പറഞ്ഞ 2 മരക്കഷ്ണങ്ങളാണ്. അരണി, ഉത്തരാരണി അധരാരണി, 2 മരക്കഷ്ണങ്ങൾ. അത് രണ്ടും കൂട്ടി ഉരസി കഴിഞ്ഞാൽ തീ ഉണ്ടാവും. ശരിക്കും അരണി എന്താ? അത് ഭാഗവതത്തിൽ ഇനി അവസാനമൊക്കെ ഏകാസ്കന്ധത്തിലൊക്കെ പറയും, ആചാര്യോരണിയാദ്യസ്യാൽ അന്തേവാസ്യുത്തരാരണി. ആദ്യത്തെ അരണി എന്ന് പറഞ്ഞാൽ ആചാര്യനാണ്, ഗുരുനാഥനാണ്. രണ്ടാമത്തെ അരണി ശിഷ്യനാണ്. ആചാര്യനും ശിഷ്യനുമാകുന്ന അരണി കടയുമ്പോഴാണ് ജ്ഞാനമാകുന്ന അഗ്നി ഉണ്ടാവുക. ഇവിടെ അതാണ് ക്രമേണ സംഭവിച്ചത്. ഈ 2 പേരുടെയും ജീവിതത്തിന് ഫലമായിട്ട് ക്രമേണ അരണി കടഞ്ഞ അഗ്നി ഉണ്ടാവുന്ന പോലെ ജ്ഞാനാഗ്നിയായിട്ട് കപില വാസുദേവനായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇതുപോലെ നമ്മുടെ ജീവിതവും തപോയുക്തമാക്കി തീർത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഭഗവാന്റെ സ്വാധീനം ഉണ്ടാവുന്ന പുത്രഭാവത്തിലോ അല്ലെങ്കിൽ പുത്രതുല്യമായ ഭാവത്തിലോ നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകാനായിട്ട് ഭഗവത് പദത്തിലേക്ക് എത്തിക്കാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതിനൊക്കെ കർദമ പ്രജാപതി തപസ് ചെയ്യാനായിട്ട് പോയി അമ്മയ്ക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള ഭാഗവതത്തിലെ ഉപദേശമൊക്കെ എത്ര എളുപ്പത്തിലാണ്
ഒരു അധ്യായത്തില് ഭാഗവതത്തില് ഒരധ്യായത്തില് പറഞ്ഞ കാര്യം മുഴുവൻ ഒറ്റ ശ്ലോകത്തില്. മതിരിഹ ഗുണസക്ത, മനസ്സാണ് എല്ലാത്തിനും, അല്ലെങ്കിൽ ബുദ്ധിയാണ്, മനസ്സാണ് എല്ലാത്തിനും കാരണമായത്, ബന്ധത്തിനും മോക്ഷത്തിനും കാരണമായത് എന്താണ്? മതി ഇഹ, ബുദ്ധിയാണ് അല്ലെങ്കിൽ മനസ്സാണ് എല്ലാത്തിനും കാരണമായത്. ഗുണസക്തമായിട്ടുള്ള മതിയാണ് ഇവിടെ ബന്ധകൃത്യേഷു അസക്ത ത്വം അമൃതഗതു ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിയും. എന്നാൽ ഞാൻ എൻ്റെ എന്നുള്ള വിചാരമുണ്ടാക്കുന്ന ആ മതി ഉണ്ടല്ലോ, ബുദ്ധി ഉണ്ടല്ലോ, ആ മനസ്സുണ്ടല്ലോ, അതാണ് എല്ലാത്തിനും കാരണം. അതിനെ ശുദ്ധീകരിക്കാൻ എന്താണ് വഴി? ഭക്തി കൊണ്ട് സാധിക്കും. ഭക്തി എങ്ങനെ ഉണ്ടാവും? ഭക്തി ഉണ്ടാവണമെങ്കിൽ ഭക്തന്മാരുമായ സംഘം കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. മഹദ് അനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ സത്സംഗലബ്ധയാ ഭക്തിയ. സത്സംഗത്തിലൂടുണ്ടാവുന്ന ഭക്തി കൊണ്ടാണ് നമുക്ക് ഞാൻ എൻ്റെ എന്നുള്ള വിചാരം ഇല്ലാതെയാക്കാൻ കഴിയുള്ളൂ എന്ന് കപില വാസുദേവനായിട്ടുള്ള ഭഗവാൻ അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഭാഗവതത്തില് 26-ാമത്തെ അധ്യായത്തില്, തൃതീയ സ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായത്തിലെ ഒരു സാഖ്യയോഗമുണ്ട്. ആ സാഖ്യയോഗമാണ് ഒരു ഒറ്റ ശ്ലോകം കൊണ്ട് പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പുരുഷ പഞ്ചവിംശ. ഇങ്ങനെ 25 കാര്യങ്ങൾ നേരത്തെ നോക്കിയാൽ മതി. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച, പഞ്ചതന്മാത്രകള്, ഭൂതാശ്ച ശബ്ദസ്പരിശരസ ഗന്ധങ്ങളാകുന്ന തന്മാത്രകള്, ഭൂതാശ്ച പഞ്ചഭൂതങ്ങള്, പൃഥിവ്യാപസ്തേജുവായു ആകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങള്, അപ്പി ഹൃദപി ദശാക്ഷി, പിന്നെ പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ കൂടിയിട്ട് പുരുഷ പഞ്ചവിംശ. 25-ാമതാരാ? പുരുഷ. 25-ാമത് പുരുഷൻ തന്നെ. പഞ്ചവിംശ എന്ന് പറഞ്ഞാൽ 25-ാമത് പുരുഷൻ തന്നെ. ഇങ്ങനെ 25 തത്വങ്ങളാണ്. 24 തത്വങ്ങളാണല്ലോ ഈ ഇതിലൊക്കെ ഉള്ളത്. 25-ാമത് ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിധി. ആ പുരുഷൻ തന്നെ, ഭഗവാൻ തന്നെ ജീവകലയാ പ്രവേശിക്കുമ്പോൾ ഇതൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ പ്രകൃതി പുരുഷ വിഭാഗത്തെക്കുറിച്ച് കപില തന്നിരിത്വം ദേവഹൂത്തേ നിഗാതി. ഇങ്ങനെ ജ്ഞാനയോഗത്തെ, അതുപോലെ അഷ്ടാംഗ ധ്യാനയോഗത്തെ മമ ഗുണ ലീലാകർണനൈ, ആ ഭഗവത് കഥകൾ കേട്ട് കീർത്തനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ക്രമേണ ആ പരമഭക്തി നേടിയെടുക്കേണ്ടതാണെന്ന് ഭക്തിയോഗത്തെക്കുറിച്ചും ഒക്കെ വർണ്ണിച്ച്, പിന്നെ ഇങ്ങനെയുള്ള 4 വിഭാഗങ്ങളിലുള്ള ഭക്തി അല്ലെങ്കിൽ യോഗ മാർഗങ്ങളെ വർണ്ണിച്ചതിന് ശേഷം ഭാഗവത്തിൽ വർണ്ണിക്കുന്നത് ചുരുക്കി പിന്നെന്താ കർമ്മവിഭാഗത്തെയാണ്. അതൊരൊറ്റ ശ്ലോകം കൊണ്ട് അതൊക്കെ അതിലൊന്നും ഇനി പോകേണ്ട കാര്യമില്ല എന്ന ബോധദ്യം കൊണ്ട് ആഹാഹ കഴിഞ്ഞു, പറയാളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കഷ്ടം. ഇവിടെ ആൾക്കാർ ഇവിടെ വട്ടം തിരിയുന്നു. കുട്ടിക്കാലത്ത് നിസ്സാരമായ വിഷയങ്ങളുടെ കളികളായിട്ട് ഓടി നടക്കും. യൗവനത്തില് തരുണസ്ഥാവൽ തരുണീസക്ത, പിന്നെ വൃദ്ധസ്ഥാവൽ ചിന്താമഗ്ന. ഇങ്ങനെ ഇവിടെ കടന്ന് വട്ടം തിരിയുന്നു. അഹഹ ബഹുലഹിംസ സഞ്ചിതാർത്ഥൈ, കുടുംബം പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രതിദിനം അനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി. എന്നിട്ട് വിശതി ഗൃഹസക്കതോ യാതനാം മയ്യ ഭക്ത, ഭഗവത് ഭക്തി ഇല്ലാത്തവൻ ഇങ്ങനെ കഷ്ടപ്പാടനുഭവിച്ചുകൊണ്ട് ജീവിതം വ്യർത്ഥമാക്കി കളയുന്നു എന്ന് അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ചു. അത് കഴിഞ്ഞിട്ടോ വീണ്ടും അടുത്ത യുവതിയുടെ ഗർഭത്തിൽ പോയിട്ട് പ്രവേശിച്ച് അവിടുന്ന് ക്രമേണ വളർന്നു വന്ന് 6-ാമത്തെ മാസമാകുമ്പോഴേക്കും ജാതബോധോപ്യകാണ്ഡേ, ബോധമുള്ളതായിട്ട് മാറും. പിന്നെ ക്രമേണ 7-ാമത്തെ മാസമാകുമ്പോഴേക്കും എത്രയോ ജന്മങ്ങളുടെ ഓർമ്മ വരും. ക്രമേണ പ്രസവിച്ച് ബോധം വരുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറന്ന് ഒരുപാട് പീഡകളും ബാല്യപീഡകളും ഒക്കെ ആയിട്ട് വട്ടം തിരിഞ്ഞ് വീണ്ടും എന്താ തരുണകാലത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ വട്ടം തിരിയുന്ന ആ ജീവന്റെ ഗതിയെ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ കപില മുനിയായിട്ടുള്ള ഭഗവാൻ അമ്മയ്ക്കുമായി കണ്ട് ഉപദേശം കൊടുത്തു. ഇതിനേക്കാളും ചുരുക്കിയിട്ട് എന്താ പറയുക, വേറെ ആരൊക്കെ പറയാൻ കഴിയുക നെൽപ്പത്തൂരിനല്ലാതെ? പിന്നെ പറയുന്നുണ്ട് ചില കർമ്മങ്ങളുടെ പിന്നാലെ പോകുന്ന ആൾക്കാർ, പിതൃകർമ്മങ്ങൾ അല്ലെങ്കിൽ അതുപോലെ യാഗാദികൾ ഹോമാദികളിലൂടെയൊക്കെ ധാർമ്മികമായ ജീവിതം നയിക്കുന്നവരും
ക്ഷീണേ പുണ്യേ അർത്തിലോകം ശന്തി. പുണ്യം ക്ഷയിക്കുമ്പോൾ താഴത്തേക്ക് തന്നെ വരുന്നു. ഇവിടെ സമ്പാദിക്കുന്നത് ഭഗവാന്റെ തൃപാദങ്ങളിൽ ഭക്തിയാണ്, ബാക്കിയൊന്നുമല്ല. ഭക്തി ഉണ്ടാവാൻ പാകത്തിന് ഹോമമോ യാഗമോ പൂജയോ സ്നാനാദികളോ തർപ്പണാദികളോ എന്തു ആവാം, ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ എല്ലാം വേണ്ട പോലെയായി തീരും എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ ഭക്തിയിലൂടെ എന്താണ് നേടേണ്ടത്? വിമലമതി അഥാസോ ഭക്തിയോഗേന മുക്ത. ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണർന്ന് ഭഗവത് പദത്തെ പ്രാപിക്കാനും കഴിയും എന്ന് അമ്മയ്ക്കായിക്കൊണ്ട് ഉപദേശിച്ച് പ്രാഗുദീജി ദിശയിലേക്ക് യാത്രയായി ഭഗവാൻ. അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് ഉപദേശം നൽകിയ ഭഗവാൻ എൻ്റെ ഈ ദുഃഖത്തെ തീർക്കണേ, ത്വയ്യുപാധൽസ്വ ഭക്തിയും, എനിക്കും ഭക്തി നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കപിലാവതാരം. പിന്നെ ഭാഗവതത്തിലെ വിട്ട് കുറച്ച് വിശദീകരിക്കുന്നത് നരനാരായണ മഹർഷിമാരുടെ അവതാരത്തെയാണ്. ആ വംശം, ഇത് മനുവംശത്തിലാണ് ധർമ്മന് മൂർത്തിയിൽ ഭഗവാൻ നരനും നാരായണനുമായിട്ട് അവതരിച്ച് സഹസ്രകവചം എന്നുള്ള അസുരനെ നിഗ്രഹിക്കാനായിട്ട് അവതരിച്ചതായിട്ടുള്ള നരനാരായണ മഹർഷിമാരുടെ അവതാരം. ആ നരനാരായണ മഹർഷിമാരാണ് ബദ്രിനാഥ സ്വാമികളായിട്ട് ഭാരതത്തിൻ്റെ മുഴുവൻ ആചാര്യന്മാരായിട്ട് ഭാരതത്തിൻ്റെ ദേവതയായിട്ട് ആരാണ്? നരനാരായണ മഹർഷിമാരാണ്. അവിടെയൊക്കെ പൂജ കഴിക്കുന്നത് ആരാണ്? ബദ്രിനാഥത്തിൽ ഒരു മലയാളിയായിട്ടുള്ള നാരദ മഹർഷിയാണ്. പക്ഷെ നാരദ മഹർഷി 6 മാസമാണ് പൂജ കഴിക്കുള്ളൂ. പ്രത്യക്ഷമായിട്ട് പൂജ കഴിക്കേണ്ടത് കേരളത്തിലെ ഒരു യജുർവേദിയായിട്ടുള്ള ബ്രാഹ്മണ ഗൃഹത്തിലുള്ള വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരിയായിട്ടുള്ള ഒരാൾ പൂജ കഴിക്കണമെന്നാണ് നിയമം. ഇന്നും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ മുഴുവൻ ധർമ്മദേവതമായിട്ടുള്ള ബദ്രീനാഥത്തിൽ പൂജ കഴിക്കുന്നത് കേരളീയനാണ്. നമുക്കും അഭിമാനത്തിൻ്റെ വകയുള്ളൊരു കാര്യമാണ്. എന്തായാലും ആ ബദ്രിനാഥ സ്വാമികളെ നമസ്കരിക്കുന്നു. അതുപോലെ വളരെ ചുരുക്കിയാണ് കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കഥ, അഥവാ ദക്ഷസ്തു അതിലാളനയ. 2 ശ്ലോകം കൊണ്ടാണ്, മാക്സിമം 2 ശ്ലോകം കൊണ്ടാണ് ഏത് കഥ വർണ്ണിച്ചത്? ദക്ഷയാഗം. അമിതമായ ലാളന കൊണ്ട് ദക്ഷൻ അഹങ്കാരിയായി തീർന്നു. അഹങ്കാരം വന്നു കഴിഞ്ഞാൽ നശിക്കാൻ ഒരു വിഷമമില്ല. സജ്ജനങ്ങളെ ആദരിക്കുകയാണ് വേണ്ടത്. അത് പറ്റിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കൂ എന്ന് ബോധിക്കുകയാണ്. ആ ഭക്തന്മാർ പറയണില്ലേ, ആ കിരാതമൂർത്തിയായിട്ടുള്ള ഭഗവാനെ, കിരാതൻ എന്ന് പറഞ്ഞാൽ ആരാ? കിരാതൻ എന്ന് പറഞ്ഞാൽ ആരാ? കാട്ടാളനാണ്. കാട്ടാളനോടൊരു പ്രാർത്ഥന. കാട്ടാളന്മാരുടെ പ്രത്യേകത എന്താണ്? ഒരു കാട്ടിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. എന്തിനു വേണ്ടിയിട്ട്? മൃഗയാ വിനോദത്തിന് വേണ്ടി. മൃഗങ്ങളെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് നടക്കും. മൃഗങ്ങളെ കണ്ടുമുട്ടാൻ ബുദ്ധിമുട്ടാവും. രാത്രിയൊക്കെ ആകുമ്പോൾ അവർ പതുങ്ങിയാണ് മൃഗങ്ങൾ നടക്കുള്ളൂ. അപ്പം കാട്ടാളനോട് പറയാണ്, അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കണ്ട, ധാരാളം മൃഗങ്ങളുള്ളൊരു സ്ഥലമുണ്ട്. എവിടെയാ? എൻ്റെ മനസ്സാകുന്ന വനത്തിലേക്ക് ഓടി വരും, ഇവിടെ വന്നോളൂ. ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങളാണ്. ഏതൊക്കെയാ മൃഗങ്ങൾ? കാമക്രോധാദികളാകുന്ന വികാരങ്ങളാകുന്ന മൃഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങേക്ക് അവിടെ ഇവിടേക്ക് ഓടി നടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലേ? ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങളാണ്, അങ്ങേക്ക് സന്തോഷമാവുകയും ചെയ്യും. ഇനി സ്ഥിരമായിട്ട് എൻ്റെ മനസ്സിൽ താമസിച്ചാൽ മതി. നമ്മൾക്കും അതാണ് കിരാതമൂർത്തിയായിട്ടുള്ള മഹാദേവനോട് പ്രാർത്ഥിക്കാനുള്ളത്. അങ്ങ് അവിടെ ഇവിടെ ഓടി നടക്കണ്ട, ഇവിടെ ഇഷ്ടം പോലെ മൃഗങ്ങളുണ്ട്, എൻ്റെ മനസ്സിൽ ഇവിടെ വന്ന് നൃത്തം വെക്കണേ എന്ന്. അല്ലാതിരുന്നാൽ ഇനി ഇപ്പം നല്ല തല കിട്ടി, ഇനിയിപ്പോൾ ആടിൻ്റെ എന്തിൻ്റെ തലയെ കിട്ടുമെന്ന് അറിയോ? ഇനി എത്ര ദിവസം ഉണ്ടെന്ന് വല്ല ഉറപ്പുണ്ടോ? ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് തലയെ കിട്ടുക? പോത്തിൻ്റെയോ കഴുതയുടെയോ? അറിയില്ല. അതുകൊണ്ട് ഇപ്പം നല്ല ജന്മം കിട്ടിയിരിക്കുന്നു, എത്ര ദിവസം നിന്ന് ഒരു ഉറപ്പില്ലാത്തതാണ്. അത് വേണ്ട രീതിയിലാക്കി തീർക്കാൻ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവണേ. എൻ്റെ ഹൃദയത്തിലെ കാമക്രോധാദികളാകുന്ന വികാരങ്ങളെ ഭഗവാനെ അവിടുന്ന് തന്നെ നശിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ. നമുക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് വളർന്നു വരേണ്ടത്? ഉത്താനപാദ നൃപതേർമനുനന്ദനസ്യ ജായാ ബഭൂവസുരുചിർനിതരാമഭീഷ്ട അന്യാസു നീതിരിതി ഭർത്തുരനാദൃതാ സാ ത്വാമേവ നിത്യമഗതിശരണം ഗതാഭൂൽ. ഉത്താനപാദ നൃപതിയുടെ മനുപുത്രനായിട്ടുള്ള ഉത്താനപാദ മഹാരാജന് 2 ഭാര്യമാരാ. ആരൊക്കെയാ? സുനീതി, സുരുചി. നീതി അനുസരിച്ച് ജീവിക്കുന്നവളും രുചി അനുസരിച്ച് ജീവിക്കുന്നവളും. അപ്പൊ ആരാ ഇപ്പൊ രാജാവിന് പ്രിയപ്പെട്ടവള്? ആര്?
തീരുമാനമായ സുരുചിർനിതരാമഭീഷ്ട എന്നാണ് ഭാഗവതം അല്ലെങ്കിൽ നാരായണീയം പറയുന്നത്. സുരുചിർനിതരാമഭീഷ്ട, സുരുചിയാണ് പ്രിയപ്പെട്ടവള്. അതിന് ഭാഗവതത്തിലൊരു നിർവചനം കൊടുക്കും. സുരുചി പ്രേയസി, സുരുചി പ്രേയസിയാണ്, സുനീതി ശ്രേയസിയാണെന്ന്. സുരുചി അല്ലെങ്കിൽ പ്രേയസ് ശ്രേയസ് എന്നുള്ള രണ്ട് വാക്കുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട് കഠോപനിഷത്തിൽ. എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഈ ലോകത്തിൽ ഒരിക്കലും നശിക്കാത്ത സമ്പത്താണ് ശ്രേയസ്. നശിക്കുന്ന സമ്പത്തിനാണ് എന്ത് പറയുക? പ്രേയസ്. സുരുചി പ്രേയസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ട് അത്ര ഈ രണ്ട് ഭാര്യമാര്, ബുദ്ധിയുടെ രണ്ട് ഭാവങ്ങൾ. നീതി അനുസരിച്ച് നമ്മളെ നയിക്കുന്ന ഭാവം, രുചി അനുസരിച്ച് നയിക്കുന്ന ആൾ. നമുക്ക് രുചിയാണോ ഇഷ്ടം, നീതിയാണോ ഇഷ്ടം? ഇന്നിപ്പോൾ ഒരു സന്യാസി ശ്രേഷ്ഠനെ, ശങ്കര പരമ്പരയിലുള്ള സന്യാസി ശ്രേഷ്ഠനെ ഇന്നലെ ഇവിടെ ആദരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ 2 ശംഖ് ഊതണം എന്നൊക്കെയാണ് നിയമം. ഒരു ശംഖിന് ഊതി കഴിയുമ്പോൾ നിർത്താതെ അങ്ങനെ ശംഖ്, അത് മംഗള ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്നാണ് കാര്യം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭിക്ഷ കൊടുക്കുക. വളരെ ഭിക്ഷ കൊടുക്കുന്നതിന് പ്രതീകമായിട്ടാണ് ഇന്നലെ വൈകുന്നേരം വന്നവരൊക്കെ ഇവിടെ ഒരു എന്താ പറയുക കടുക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വെച്ചു. അവരിലും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് കടുക്കയൊക്കെ. അത് തൊട്ട് അവർക്ക് സമർപ്പണമൊക്കെ നടത്തുന്നവരുണ്ടായി. അമ്പലത്തിൻ്റെ വകയായിട്ടും അല്ലെങ്കിൽ ഒരു ഗൃഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ ആ സന്യാസിയെ സ്വീകരിച്ച് ഭിക്ഷ നൽകി നമസ്കരിക്കുക, അതൊക്കെ ഇന്ന് നടന്നു. അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ടാവും. അപ്പം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഭക്ഷണം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക? ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുള്ളൂ അവർ. അതും വളരെ കുറച്ചേ കഴിക്കുന്നുള്ളൂ. അതും ഉണക്കൽ ചോറാണ് വേവിച്ച് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുക, പിന്നെ കൂടെ കൂട്ടാവുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ടാക്കി കൊടുക്കാറ്. വേറെ എവിടേക്കും കഴിപ്പിക്കാറില്ല, അതാണ് കാര്യം. കൊടുക്കാറ് വേറെ ഒന്നും കൊടുക്കാറില്ല. പുളിശ്ശേരി, എലിശ്ശേരി, ഓലൻ തുടങ്ങിയിട്ടുള്ളവരെ ഉണ്ടാക്കി, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അത് വിളമ്പിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പായസം വിളമ്പിയിട്ടുണ്ടാവും. ഇതൊക്കെ കൂട്ടിയിട്ടാണ് കൂട്ടി ഇളക്കും. എന്തുകൊണ്ട്? നമ്മൾ കൊടുക്കേണ്ടത് വേറെ വേറെ നല്ല സ്വാദുള്ളത് ഉണ്ടാക്കി കൊടുക്കുക. അദ്ദേഹം കഴിക്കുമ്പോൾ ഇഞ്ചിത്തൈരും ഒക്കെ കൂട്ടിയിട്ടാണ് കൂട്ടും. എന്നിട്ട് സ്വാദ് എന്താണെന്ന് അറിയാതെ ഓപ്പോൾ അതാണ് കഴിക്കും. എന്തിനു വേണ്ടിയിട്ട്? ശരീരം നിലനിർത്താൻ വേണ്ടി മാത്രം. നാവിൻ്റെ രുചി നോക്കാതെ കഴിക്കണം എന്നാണ്. പായസവും ഒക്കെ കൂട്ടിയിട്ട് അങ്ങനെയാണ് കഴിക്കുന്നവരാണ് കാണാറുണ്ട്. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് അദ്ദേഹം എങ്ങനെയാണ് കഴിക്കുന്നത് നോക്കിയിട്ടല്ല പറയുന്നത്. അങ്ങനെയാണ് പരമ്പരയായിട്ട് പതിവ് എന്നർത്ഥം. അതിപ്പോൾ അവരുടെ ഇഷ്ടം പോലെ കഴിക്കാം. അതിപ്പോൾ ആരും ഇങ്ങനെ കഴിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കങ്ങനെ പറ്റുമോ? ഇന്ന് എല്ലാം കൂടിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് തരട്ടെ? പറ്റില്ല. എന്തുകൊണ്ട്? രുചി അനുസരിച്ച് ജീവിക്കുന്നവരാ. ശരിക്കും വേണ്ടത് എന്താ? നീതി അനുസരിച്ചാണ്. നമ്മുടെ നാവിൻ്റെ രുചിയല്ല നോക്കേണ്ടത്, ശരീരത്തിൻ്റെ ഹിതം നോക്കിയിട്ടാണ് കഴിക്കേണ്ടത്. മിക്കവാറും നമ്മൾ രുചിയുടെ പിന്നാലെ പോകുന്നവരാണ്. അതന്നെയാണ് അവിടെയും പ്രശ്നം. അതുകൊണ്ട് തന്നെ ആ സുനീതിക്ക് എവിടെയോ പോകേണ്ടി വന്നു. പുത്രനായ ധ്രുവൻ കളിയുടെ കൂട്ടത്തിൽ ഉത്തമൻ്റെ കൂടെ അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ പോകുമ്പോഴേക്കും ചെറിയമ്മയുടെ ദുർവാക്ക്. അങ്ങനെ അത് കേൾക്കേണ്ടി വരുന്നു. അമ്മയുടെ അടുത്ത് പൊട്ടിക്കരയുന്നു. അമ്മ പറഞ്ഞു, ചെറിയമ്മ പറഞ്ഞു, നല്ല കാര്യം, കാട്ടിൽ പോയിട്ട് ഭഗവാനെ ഭജിക്കൂ, എന്ത് നേടിയെടുക്കാം എന്ന് പറഞ്ഞതാണ് ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഭഗവാനെ ഭജിക്കാനായിട്ട് തയ്യാറായി. കുട്ടിക്കാലത്തൊരു വാക്കാണ് കേട്ടാൽ മനസ്സിൽ ഉറച്ചു നിൽക്കും. നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ കുട്ടിക്കാലത്ത്. അങ്ങനെ ഭഗവാനെ ഭജിക്കൂ എന്നാണ് പറഞ്ഞ് ശീലിപ്പിച്ചത്. അതുകൊണ്ട് അത് കേട്ടപ്പോൾ അത് മനസ്സിൽ ഉറച്ചു കിട്ടി. അങ്ങനെ ഭഗവാനെ ഭജിക്കാനായിട്ട് പോയി എന്ന് മാത്രമല്ല, നാരദ മഹർഷിയെ പോലുള്ള ആചാര്യന്മാരെ ഗുരുനാഥന്മാരായി കിട്ടി. അങ്ങനെ വേണ്ട രീതിയിൽ ഭഗവാനെ ഭജിച്ച് 5 മാസമാകുമ്പോഴേക്കും ഗുരുവായൂരപ്പനെ പ്രത്യക്ഷപ്പെടുത്താൻ പാകത്തിനുള്ള തപസ്സാണ് അനുഷ്ഠിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രവുമായിട്ട് അതിഗംഭീരമായിട്ടുള്ള തപസ്സും അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ മുമ്പിൽ ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ ദിവ്യമായ സ്വരൂപത്തോടു കൂടിയിട്ട് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനെ കണ്ടപ്പോഴേക്കും ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനായിട്ട് മുമ്പിൽ വന്നപ്പോൾ എന്ത് വേണമെന്നറിയാതെ ത്വദ്ദർശന പ്രമദ ഭാര തരംഗിതം തം ഭഗവത് ആനന്ദം കൊണ്ടിങ്ങനെ വല്ലാത്ത രോമാഞ്ചവും ആനന്ദകഞ്ചുകൊക്കെ അനുഭവിച്ചു കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകിക്കൊണ്ട് ആ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ രൂപരസായനം തന്നെ അനുഭവിച്ചുകൊണ്ട് എന്ത് വേണമെന്ന് പരിഭ്രമിച്ചുകൊണ്ട് സ്തുതിക്കണോ, പോയിട്ട് നമസ്കരിക്കണോ, കെട്ടിപ്പിടിക്കണോ, ഉമ്മ വയ്ക്കണോ എന്നറിയാതെ ആനന്ദപരവശനായിട്ട് നിൽക്കുന്ന ധ്രുവന്റെ കവളത്ത് വന്ന് ഭഗവാനെ
തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ. ആ ധരം കൊണ്ട്, ആ ശംഖ് കൊണ്ട്, ജ്ഞാനസ്വരൂപമായിട്ടുള്ള ആ ശംഖ് കൊണ്ട് പസ്പരിശ കപോലേ, ആ ധ്രുവന്റെ കവളത്ത് ഇങ്ങനെ സ്പരിശിക്കുമ്പോഴേക്കും ദ്വാദശാദിത്യന്മാർ ഉദിച്ചു വരുന്ന പോലെ, ദ്വാദശമന്ത്രം രൂപം സ്വീകരിച്ച പോലെ ഭാഗവതത്തിൽ കാണാം. 12 ശ്ലോകം കൊണ്ട് സ്തുതിക്കുന്ന സ്തുതിയൊക്കെ ഇവിടെ സ്തുതിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ ദിവ്യമായ താവത് വിബോധം വിമലം പ്രണുവന്തം, ആ ദിവ്യമായ സ്തുതി കൊണ്ട് സ്തുതിച്ചു എന്ന് മാത്രം പറഞ്ഞു നിർത്തി എന്ന് മാത്രം. പിന്നെ ദിവ്യമായ അനുഗ്രഹവും 36,000 വർഷം വർഷങ്ങൾ ഭരണത്തിനുള്ള അധികാരമൊക്കെ നൽകിക്കൊണ്ട് അയച്ച് ഇവിടെ വന്ന് അച്ഛനമ്മമാരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവർ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും, അമ്മമാർ തമ്മിലുള്ള പ്രശ്നങ്ങളും ഒക്കെ തീർന്നു. ഒരാൾ നേരാവണ്ണം ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് ഒരു ഗൃഹത്തിൽ തയ്യാറായി കഴിഞ്ഞാൽ ആ ഗൃഹത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. ഞാനിങ്ങനെ നാരായണീയം വായിച്ചിട്ട് വീട്ടിൽ എപ്പോഴും അടിപിടിയാണല്ലോ, നേരാവണ്ണം വായിച്ചിട്ടില്ല. അതുതന്നെയാണ്. നമ്മൾ നേരാവണ്ണം ആയിക്കഴിഞ്ഞാൽ ഗൃഹത്തിൽ അടിപിടി കൂടി ഇല്ലാതെയാവും. ധ്രുവനും ആദ്യം ഉണ്ടായ സമയത്ത് അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് നേരാവണ്ണം ഭഗവാനെ അങ്ങോട്ട് ഭജിച്ച് തിരിച്ചു വന്നപ്പോഴേ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ ഇന്നും പ്രശ്നങ്ങൾ തീർന്നില്ലെങ്കിൽ നമ്മുടെ ഭജന എവിടെയും ഒരു കുറവുണ്ടെന്ന് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഭജന ഇനിയും നേടിയാക്കി കഴിഞ്ഞാൽ വീട്ടിലെ അടിപിടിയും തീരും. ഇത്രയേ ഉള്ളൂ ഇതിൽ മനസ്സിലാക്കാൻ. എന്തായാലും ക്രമേണ പുത്രന്മാരെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ച് ധ്രുവനും തപസ്സിനായിട്ട് പോകുന്നുണ്ട്. ദിവ്യമായിട്ടുള്ള വിമാനവുമായിട്ട് അന്തേ ഭവൽ പുരുഷനീത വിമാനയാതോ, ഭഗവൽ പുരുഷന്മാർ വിമാനവുമായിട്ട് വന്നപ്പോൾ അതിൽ കയറാനായിട്ട് നോക്കുമ്പോൾ തെക്ക് ഭാഗത്തുനിന്ന് യമൻ തന്നെ ഓടി വന്ന് തൻ്റെ തല താഴ്ത്തി കൊടുത്തു. യമൻ്റെ തലയിൽ ചവിട്ടിയിട്ടാണ് അത്ര കയറുന്നത്. പക്ഷെ അതിൽ കയറിയപ്പോഴാണ് അമ്മ കണ്ടില്ല. അതിൽ അമ്മ ഇല്ലാത്ത ലോകം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അമ്മ ദാ മുമ്പിൽ പോകുന്നു. അങ്ങനെ മാത്രാസമം ധ്രുവപദേ, അമ്മയോട് കൂടിയിട്ട് ദിവ്യമായ പദത്തെ പ്രാപിച്ചുകൊണ്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏവം സ്വഭൃത്യ ജനപാലന ലോലധീസ്ത്വം. ഗുരുവായൂരപ്പൻ എങ്ങനെയുള്ള ആളാണ്? അടിവര ഇട്ടോളൂ. ഈ ഭഗവാന്റെ പേര് ഇപ്രകാരം എങ്ങനെയുള്ളവനാ ഭഗവാൻ? സ്വഭൃത്യ ജനപാലന ലോലധീ. സ്വഭൃത്യന്മാരായിട്ടുള്ള ജനങ്ങളെ പാലിക്കാനായിട്ട് ലോലനായിട്ടുള്ള ബുദ്ധിയോട് കൂടിയിട്ട്, തൻ്റെ ഭക്തന്മാരെ പാലിക്കുന്നതിൽ ഇത്രയും ശ്രദ്ധ വേറെ ആർക്കില്ലാന്ന്. ഭഗവാനെ എവിടെയെങ്കിലും ഒരിക്കലെങ്കിലും ഭഗവാന്റെ നാമം ജപിച്ചാൽ, ഒരിക്കലെങ്കിലും ഭഗവാനെ നമസ്കരിച്ചാൽ, ഒരിക്കലെങ്കിലും ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഭഗവാനിലേക്കൊന്ന് മനസ്സങ്ങ് തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭഗവാൻ വെറുതെ വിടില്ല. അവരുടെ കാര്യം നോക്കാൻ ഭഗവാൻ ഉണ്ടെന്ന് ഓർപ്പിച്ചോളൂ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എന്നെ രക്ഷിക്കണേ, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ പൃഥു ചരിതം, ധ്രുവന്റെ വംശത്തിലുള്ള പൃഥു അല്ലെങ്കിൽ അംഗമഹാരാജാവ് അവരുടെ പുത്രനായിട്ടുള്ള വേനൻ്റെ കാലം കൊണ്ട്, വേനൽക്കാലം എന്നൊക്കെ നമ്മൾ ഇന്നും പറയാറുണ്ട്, ആ ദുഷ്ടൻ്റെ നാശം മഹർഷിമാരിലൂടെ ഉണ്ടായി. പിന്നെ ഭഗവാന്റെ തന്നെ അവതാരം ഉണ്ടായി. അംഗമഹാരാജ അംഗവംശത്തിലൂടെ ഭഗവാൻ പൃഥുവായിട്ടും അർച്ചസദേവിയായിട്ട് ലക്ഷ്മി ദേവിയും വരുന്ന രംഗം, ജനങ്ങളുടെ ദാരിദ്ര്യം തീർത്തു കൊടുക്കുന്ന രംഗം. എനിക്ക് കഴിഞ്ഞ സപ്താഹത്തിന് ഇവിടെ എലക്ഷൻ്റെ അന്നാണ് ഇത് പറയാനുള്ള അവസരം ഉണ്ടായത്. ചെറിയ ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഗുണമോ ദോഷമോ എന്തെങ്കിലും ആവട്ടെ. എലക്ഷൻ്റെ അന്നാന്ന് പറയാനുണ്ടായത്. അത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അന്ന് എലക്ഷൻ്റെ തലേ ദിവസമാണ്. പരസ്യമായിട്ട് എലക്ഷൻ പ്രചരണം പാടില്ലാത്ത ദിവസമായിരുന്നു. പക്ഷെ ഞാൻ കൃത്യമായിട്ട് ഇവിടെ ഇരുന്ന് എലക്ഷൻ പ്രചരണം നടത്തി എന്ന് പറഞ്ഞാൽ, പൃഥുചരിതം എന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി എങ്ങനെയാണെന്ന് കാണിക്കുന്ന പ്രകരണ. അതുകൊണ്ട് അത് പറഞ്ഞപ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരൊക്കെ വോട്ട് ചെയ്യേണ്ടതെന്ന്. അത് മുഴുവൻ ചിലർ അനുസരിച്ചിട്ടുണ്ടാവും, ചിലർ കുറേ പേരൊക്കെ അനുസരിച്ചു തോന്നിയിപ്പോൾ കഴിഞ്ഞപ്പോൾ. കുറേ പേരൊക്കെ അനുസരിച്ചു, ചിലർക്ക് ഇവിടെ വരാത്തൊരു അനവധി ഉണ്ടാവുമല്ലോ ഇനിയും. അപ്പം അങ്ങനെ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. എന്തായാലും എങ്ങനെയാണ് ഭരണം, എങ്ങനെയായിരിക്കണം അത്രയേ ഉള്ളൂ. രാജ്യഭരണമോ അല്ലെങ്കിൽ മന്ത്രിഭരണമോ ഒന്നല്ല. എങ്ങനെയായിരിക്കണം ഭരണം? എങ്ങനെയായിരിക്കണം? ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷ്യക്ഷാമം തീർക്കുക, ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള താമസ സൗകര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള യാഗാദി കർമ്മങ്ങൾ, ജനങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ, ഇങ്ങനെ ഒരു മനുഷ്യനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എങ്ങനെ ഉയർന്നു വരണം എന്ന് കാണിക്കുന്ന പൃഥുചരിതവും ഇവിടെ അവതരിപ്പിച്ച്
അവരുടെ വംശത്തിലാണ് പ്രജേതസ്സുകൾ. പ്രജേതസ്സുകൾ എങ്ങനെയുള്ളവരായിരുന്നു? പ്രചേതസോ നാമ സുചേതസ. നല്ല മനസ്സുള്ളവരെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയുക. പ്രചേതസോ നാമ സുചേതസ. നല്ല മനസ്സുള്ളവരെയാണ്, സുചേതസ്സുകളെയാണ് പ്രചേതസ്സുകൾ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അവർ തപസ് ചെയ്യാനായിട്ട് പോയപ്പോൾ പടിഞ്ഞാറ് സമുദ്രത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രചേതസ്സുകളാവണം. പ്രചേതസ്സുകളാവണമെങ്കിൽ എന്ത് വേണം? സുചേതസ്സുകളാവണം. അങ്ങനെ മഹാദേവൻ വന്ന് ഉപദേശിച്ചു. എന്തുപദേശിച്ചു? ദിവ്യമായിട്ടുള്ള മന്ത്രം ഉപദേശിച്ചു. അതാണ് രുദ്രഗീതം ഭാഗവത്തിലുള്ളത്. ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം എന്നൊക്കെ അടക്കമുള്ള ദിവ്യമായ മന്ത്രം. ഈ മന്ത്രം ദിവസവും കാലത്ത് ഇവിടെ ഇന്ന് ഏകദേശം എത്ര മണിക്കുണ്ടായത്? ഒരു 7:45 കൂട്ടപ്രാർത്ഥനയ്ക്ക് എല്ലാവർക്കും ഒരുമിച്ച് അർച്ചിക്കാനായിട്ട് ഈ മന്ത്രം ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കൂട്ടപ്രാർത്ഥനയ്ക്ക് എത്ര ആളുണ്ടായിരുന്നു? 1 2 3 4 5 8 പേരുണ്ടായിരുന്നു. മതി. ഞാൻ 8 പേര് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. 8 പേരുണ്ടെങ്കിൽ. പക്ഷെ ഇന്നിപ്പോൾ ഈ വേദിയിൽ ഒരു സീറ്റ് പോലും ഇല്ല ആരെങ്കിലും വന്നായിരിക്കാൻ. പുറത്തും പല ദിക്കിലും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. കുറേ പേര് ഇനിയിപ്പോൾ എന്താ, എനിക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാനില്ല. എന്നാലും ഇനിയിപ്പോൾ 12 മണി 1 മണിക്ക് നിർത്തി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരൊക്കെ വായന കേട്ടിരിക്കല്ലേ. ആദ്യം കുറച്ച് പേര് ഭക്ഷണം കഴിച്ചാൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ വെച്ചിരുന്ന അവിടെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ പ്രസാദം അങ്ങനെയുള്ളവരുണ്ടാവും. അപ്പം അത്രയും ഒരു സീറ്റ് ഒഴിവില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്നാൽ കാലത്ത് 7 മണിക്ക് അല്ല 7:30 7:45 ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലുക. ഏത്? ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. എന്താ മന്ത്രത്തിൻ്റെ അർത്ഥം? ഗുരുവായൂരപ്പൻ്റെ ദർശനം തരണേ എന്നാണ് ആ സമുദ്രത്തിൻ്റെ മുങ്ങിക്കിടന്നവർ തപസ് അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്. ആ സമുദ്രത്തിലാണ് പിന്നെ ഇപ്പോൾ ആ സമുദ്രത്തിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ആ സരസിൻ്റെ അടുത്താണ് ഇപ്പോൾ ആരും താമസിക്കുന്നത്. അവർ കുറെ കാലം ഈ മന്ത്രം ജപിച്ചപ്പോൾ ആരാ അവിടെ വന്നത്? പിന്നെ ഗുരുവായൂരപ്പൻ അവിടേക്ക് താമസം മാറ്റി. അതുവരെ മഹാദേവൻ്റെ മമ്മിയൂരപ്പൻ്റെ സ്ഥലമായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഗുരുവായൂരപ്പൻ എന്നാൽ ഞാനിവിടെ ആവാം, നിങ്ങൾ ഇത്രയും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ വരാതിരിക്കാൻ പറ്റുമോ എന്നുള്ള ഭാവത്തിൽ. അപ്പം ഗുരുവായൂരപ്പൻ്റെ ദർശനം എപ്പോഴാണ് ഉണ്ടാവുക? ഭക്തന്മാർ ഇതുപോലെ പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ദർശനം ഉണ്ടാവും. ഞങ്ങൾ കഴിഞ്ഞ വണ്ണമൊക്കെ പറഞ്ഞതാ, കേൾക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും പറയാമെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞില്ലേ ഗുരുവായൂരപ്പൻ എല്ലായിടത്തും ഉണ്ട്, US ഉണ്ടെന്ന്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിൽ ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ 1 അല്ല 2 അമ്പലത്തിൽ, ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ കേരളത്തിലെ പോലെ തന്നെ പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പൻ അമ്പലത്തിൽ സമയത്തിന് മാത്രം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 3 മണിക്കും തുറക്കില്ല അവിടെ, ചിലപ്പോൾ 6 മണിക്കാവും, ചിലപ്പോൾ ആ സമയമൊക്കെ ഉണ്ടാവുള്ളൂ. ചെറിയ മാറ്റങ്ങൾ വരുന്നത്. ചിലപ്പോൾ വല്ലാതെ മഞ്ഞുകാലം വന്നാൽ 7 മണിക്കാക്കും. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് വരത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ പൂജയുടെ സമയത്ത് ഈ മന്ത്രങ്ങൾ അവിടെ ഭക്തന്മാർ ചൊല്ലുന്ന കേൾക്കാം, കുട്ടികളടക്കമുള്ളവർ. എന്ത്? ദർശനം നോതി ദൃക്ഷൂണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാഞ്ജനം. അതെന്താ വെച്ചാൽ അമ്പലം പ്രതിഷ്ഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ സപ്താഹങ്ങളൊക്കെ നടന്നിരുന്നു. സപ്താഹം കഴിഞ്ഞിട്ടാണ് അമ്പലം വാങ്ങാനുള്ള സ്ഥലമൊക്കെ വാങ്ങിയത്, അമ്പലം പണിയാനുള്ള സ്ഥലമൊക്കെ വാങ്ങിയത്. അപ്പോൾ അവിടുത്തെ തന്ത്രി മുമ്പ് ഗുരുവായൂർ മേശാന്തി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഈ മന്ത്രം നിങ്ങൾ ചെല്ലിയാൽ മതി, ഗുരുവായൂരപ്പൻ വേഗം വരുന്നു. അങ്ങനെ അവരിത് ചെല്ലാൻ തുടങ്ങി. വളരെ പെട്ടെന്നാണ് അമ്പലവും പണിയും കഴിഞ്ഞു, പ്രതിഷ്ഠയും കഴിഞ്ഞ് ഈ മന്ത്രം ചൊല്ലൽ അവർ നിർത്തിയിട്ടില്ല. എപ്പോഴും ഓരോ പൂജയും കഴിഞ്ഞ് നട തുറക്കുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് അവർ നമസ്കരിക്കാറ്. ഇനി അഥവാ ആരും അമ്പലത്തിൽ വരാതിരിക്കുന്ന സമയം വരാലോ, കൊടും മഞ്ഞും ഒക്കെ കഴിഞ്ഞാൽ അവിടെ ആർക്കും അമ്പലത്തിലേക്ക് തന്നെ പോകാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? അപ്പോഴും ഈ മന്ത്രം ചൊല്ലും. ഞങ്ങൾ ആരെങ്കിലും പോയിട്ടാണെന്ന് മാത്രം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. റെക്കോർഡ് അതിപ്പോൾ ആര് വന്നാലും ഇല്ലെങ്കിലും ആ റെക്കോർഡ് ഇങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടേ. ഞാൻ നോക്കിയപ്പോൾ നാട്ടിൽ ഏത് അമ്പലത്തിലാണുള്ളത്? സപ്താഹത്തിനൊക്കെ വരുമ്പോൾ രാധാരമണ മുകുന്ദ ഇതൊക്കെ ചൊല്ലാറുണ്ട്. അമ്പലത്തിൽ നട തുറക്കുന്ന സമയത്തൊക്കെ രാധാരമണ മുകുന്ദ അല്ലെങ്കിൽ ഈ മന്ത്രങ്ങളൊക്കെ ചെല്ലുന്ന ഒരു അമ്പലവും കേരളത്തിൽ ഇന്നുണ്ടാവും എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല.
എന്നാൽ ഈ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ അങ്ങനെയുണ്ട്. എന്തായാലും അത്രയും ദിവ്യമായിട്ടുള്ള മന്ത്രം കൊണ്ടാണ് സ്തുതിച്ചത് നർത്ഥം പ്രജയസ്സുകൾ. പിന്നെ നാരദ മഹർഷി വന്ന് പ്രജയസ്സുകളുടെ അച്ഛനായിട്ടുള്ള പ്രാചീന ബൃഹസ്സിന് ആ ദിവ്യമായിട്ടുള്ള ബ്രഹ്മോപദേശത്തെ നൽകുന്നതായിട്ടുള്ള പുരഞ്ജനോപാഖ്യാനം കഥ ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് പോവുക. ഇങ്ങനെ ദക്ഷൻ്റെ വംശവും ഒക്കെ വർണ്ണിച്ച് പിന്നെ വിവിധങ്ങളാകുന്ന ലോകങ്ങളെയൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് വിവിധങ്ങളാകുന്ന ലോകങ്ങളെ അല്ലെങ്കിൽ ആ പ്രിയവ്രതൻ്റെ വംശം വർണ്ണിക്കുന്ന സമയത്ത് പ്രിയവ്രതൻ്റെ വംശത്തിലാണ് നാഭിയുടെ പ്രിയവ്രതൻ്റെ പ്രിയവ്രതൻ്റെ വംശത്തിലാണ് അഗ്നിധരൻ്റെ പുത്രനാണ് നാഭിയുടെ പുത്രനാണ് ഋഷഭദേവൻ. മേരുദേവി വിവാഹം കഴിച്ച ഒരു കുട്ടികളില്ലാതെ വട്ടം തിരിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? ഒരു യാഗം നടത്തുന്നത്. യാഗത്തിൽ മഹർഷിമാർ ഭഗവാനെ ആവാഹിച്ചപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്താ വരം വേണ്ട ചോദിച്ചപ്പോഴേ വരമൊന്നും വേണ്ട, അവിടുത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാളും വലിയ വരവല്ലം വേണം, ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വരമൊന്നും വേണ്ട, നിങ്ങൾക്ക് വരമൊന്നും വേണ്ടേ? അല്ല, പെട്ടെന്ന് തോന്നി, അല്ല ഞങ്ങൾക്ക് ഇപ്പോൾ വരം വേണമെന്നുണ്ട്. എന്താ വരം? ഇന്നിപ്പോൾ അത്യാവശ്യം ആരോഗ്യമുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആരോഗ്യം ഇല്ലാതെ ആയാലോ? അങ്ങനെ ആരോഗ്യമില്ലാതെ വാർദ്ധക്യം വന്ന് നടക്കാൻ വയ്യാതെ, ഇരിക്കാൻ വയ്യാതെ, കിടക്കാൻ വയ്യാതെ, കണ്ണ് കാണാതെ, ചെവി കേൾക്കാതെ കഷ്ടപ്പെടുന്ന സമയത്തേ ആ മരണവുമായിട്ട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് തവ ഗുണകൃത നാമധേയാനി വചനഗോചരാണി ഭവന്തു. ഭഗവാന്റെ തിരുനാമങ്ങള് നാവിൽ കളിയാടണേ, നാവു കുഴയാതെ നാമം ജപിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള നാഭിയുടെ പുത്രനായിട്ട് ഋഷഭാവതാരം, ഋഷഭദേവൻ്റെ അത്ഭുത ചരിത്രം. ഋഷഭപുത്രനാണ് ഭരതന് പിന്നെ സംഘം കൊണ്ട് മാനായി ജനിക്കുന്ന കഥയൊക്കെ നാരായണീയത്തിൽ വിട്ടുപോയി. അതും ഭരതൻ്റെ വംശമൊക്കെ ആയിട്ട് സമർപ്പിച്ചു. പിന്നെ ഭരതൻ രാജ്യം ഭരിച്ചുകൊണ്ടാണ് നാടിന് ഭാരതം എന്ന് പേര് വന്നത്. ഭൂഗോള വർണ്ണന, ലോകത്തിൽ സപ്തദ്വീപുകൾ വളരെ ചുരുക്കി ഒരു ദശകത്തിൽ ഒതുക്കുന്നുവെങ്കിലും ആ ഭൂമിയിലുള്ള പല ഭാഗത്തുമുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ, ഭാരതം ഉൾപ്പെട്ട ജംബൂദ്വീപിലുള്ള 9 വർഷങ്ങളിലുള്ള ഉപാസനാ സ്തോത്രങ്ങളും നമസ്കാരവും ഒക്കെ ഇവിടെ വായിക്കുമ്പോൾ നമ്മളും അതാത് ദേവന്മാർ നമസ്കരിക്കുകയാണ്. ഭാരതഭൂമിയുടെ മഹത്വവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു നരനാരായണ മഹർഷിമാരെ. ബദ്രിനാഥസ്വാമികളെ ഈ ദശകമൊക്കെ ദിവസം വായിച്ചു കഴിഞ്ഞാൽ ബദ്രിനാഥസ്വാമികളെ ദിവസം നമസ്കരിക്കുകയാണ്, സകല ദേവന്മാരും നമസ്കരിക്കുകയാണ്. പിന്നെ ഭാഗവതത്തിലെ ഓരോരോ അധ്യായങ്ങളിലുള്ള കഥകളൊക്കെ അല്ലെങ്കിൽ ഭൂഗോള ജ്യോതിർഗോള വർണ്ണനകൾ ഓരോരോ ശ്ലോകങ്ങളിലേക്കാണ് ചുരുക്കി പറഞ്ഞത്. കൃത്യം അങ്ങനെയാണ്, ഓരോ ശ്ലോകങ്ങളിലേക്കാണ് ഓരോ രംഗങ്ങളും ചുരുക്കി വർണ്ണിക്കുന്നത്. ജ്യോതിർഗോള വർണ്ണന, അത് കഴിഞ്ഞാൽ ശിംശുമാര സ്വരൂപം, എല്ലാം കൂടി ഒന്നായിട്ട്, ഈ ലോകം മുഴുവൻ ഒന്നായിട്ട് അത് മുഴുവൻ ഒരു വാല് ചുറ്റി കിടക്കുന്ന പോലെയുള്ള സ്വരൂപത്തെ വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞാൽ അധോലോകത്തെ വർണ്ണിക്കുന്നത്. അത് കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ തൻ്റെ ആയിരക്കണക്കിന് ഭണങ്ങളിൽ ഒരു ഭണത്തിൽ കടുകുമണിയായിട്ട് അനന്തമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ഇതൊക്കെ താങ്ങി നിർത്തിക്കൊണ്ടിരിക്കുന്ന അനന്തമൂർത്തിയുടെ മാഹാത്മ്യവും ഒക്കെ വർണ്ണിച്ച് നരകത്തെ കൂടി വർണ്ണിച്ച് സമർപ്പിക്കും. നരകത്ത് പോവാതിരിക്കാനുള്ള വഴി എന്താ? ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. അജാമിളോ നാമ മഹീസുരപുര. അജാമിളെന്നവരായിട്ട് ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദാസി സംസർഗം കൊണ്ട് ദുഷിച്ച് നല്ല ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച് ഉപനയനവും വേദാധ്യയനവും ശാസ്ത്രങ്ങൾ പഠിക്കലും ഒക്കെ ചെയ്ത ആളാണ്. പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും ദാസി സംസർഗദൂഷിത, ഒരു ദാസിയുമായിട്ട് സംസർഗം കൊണ്ട് ദുഷിച്ച് എല്ലാ തരത്തിലുള്ള മഹാപാപങ്ങളുമായിട്ട് വട്ടം തിരിഞ്ഞ് മരണശൈലി കിടക്കുമ്പോഴാണ് അതിഭയങ്കരന്മാരായിട്ടുള്ള 3 യമദൂതന്മാർ വന്നു എന്നാണ്. യമദൂതന്മാർ എന്തിനാ വരുന്നത്? എല്ലാവരും മരിക്കാറായി കഴിഞ്ഞാൽ അവർ വരും. ഇത്രേ എന്തിനാ പുറത്താ വരിക? പോത്തിൻ്റെ ആണോ? അതെ, എന്നാ പോത്ത്. പിന്നെ കയ്യിലെന്താ? അവരുടെ കയ്യിൽ ഇരുമ്പൊലയ്ക്കും കയറൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വരുമോ?
എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ പറയുന്നുണ്ട് പുരാണങ്ങളൊക്കെ. നേരിട്ട് ഇരുമ്പോലയ്ക്കും കയറൊക്കെ ആയിട്ട് വന്നത് കണ്ടിട്ടില്ലെങ്കിലും പലപ്പോഴും അതിന് തുല്യമായ ഭാവത്തോട് കൂടിയിട്ട് ഞാൻ തന്നെ, എനിക്ക് ഓർമ്മ 2 കൊല്ലം മുമ്പ് കൊറോണ കാലത്ത് പെട്ടെന്നൊരു നെഞ്ചുവേദന. ഞാൻ വിചാരിച്ചു ഗ്യാസ് ആണെന്ന്. കൊറോണ വന്നിരുന്നു. കൊറോണയായിട്ട് ഇങ്ങനെ ക്വാറന്റൈനിൽ വീടിൻ്റെ മുകളിൽ അവിടേക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവരും, ആരും തൊടാതെ എടുത്ത് കഴിക്കും, അവിടെ തന്നെ കിടക്കും. അതിൻ്റെ ഇടയിലാണ് നെഞ്ചുവേദന വന്നത്. ഗ്യാസ് ആവും എന്ന് പറഞ്ഞു. ഒരു ആയുർവേദ ഡോക്ടറെ വിളിച്ചു ചോദിച്ചു, ഈ കൊറോണ മാറുമ്പോൾ ഗ്യാസ് വരും, അതാവും. പിന്നെ എക്സസൈസൊക്കെ ആവും, യോഗയൊക്കെ ആയിട്ട് തട്ടുംപുറത്ത് അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിൽ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് മാറിയില്ല. ഉടനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവർ പറഞ്ഞു വേഗം മെഡിക്കൽ കോളേജിൽ പോയിക്കോളൂ. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ വേഗം ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു ഒരു അറ്റാക്ക് വന്നതാ. വേഗം പ്രത്യേകം ചില ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ പ്രത്യേകമായിട്ട് അവിടെ കിടക്കാനല്ല ഇരിക്കാൻ തന്നെ സ്ഥലമല്ലേ അതിൻ്റെ ഉള്ളിൽ. കാര്യം കൊറോണ വാർഡാ. അങ്ങനെ വാർഡിൽ ആയതുകൊണ്ട് തന്നെ ഇരിക്കാൻ സ്ഥലമല്ലേ അവിടെ. പിന്നെ ഈ ഊണ് കഴിക്കാനായിട്ട് കല്യാണത്തിന് പോയിട്ടേ ഒരാൾ സീറ്റിൻ്റെ ഇങ്ങനെ പൊക്കം കുറഞ്ഞ ആളിങ്ങനെ സീറ്റിൻ്റെ പ്ലേറ്റിൻ്റെ അറ്റത്ത്, ഇലയുടെ അറ്റത്ത് പുളിയിഞ്ചി എടുക്കാൻ വേണ്ടി എണീറ്റ്. അപ്പോൾ കസേര വലിക്കില്ലേ, അതുപോലെ ആരെങ്കിലും അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ വേഗം ചാടി കയറി കിടക്കണം. വീണ് കഴിഞ്ഞാൽ പറഞ്ഞാൽ എങ്ങോട്ടേ ഇങ്ങനെ നോക്കിയിരിക്കുക. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ വേഗം കിടക്കാമല്ലോ, അങ്ങനെയൊക്കെ നോക്കി നിൽക്കണം. അങ്ങനെ ഇരിക്കണം. എന്തായാലും അതൊന്നും ഇല്ലാതെ ഇപ്പോൾ അറ്റാക്ക് വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേക സീറ്റൊക്കെ കിട്ടി, കിടക്കയൊക്കെ കിട്ടി, അല്ലെങ്കിൽ കട്ടിലൊക്കെ കിട്ടി. അങ്ങനെ അവിടെ കിടന്നപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. മറ്റുള്ള ദിക്കിൽ അങ്ങനെ ആരും വീണ് പോകുന്നൊന്നുമില്ല. ഈ ഞാൻ കിടന്ന വാർഡിലാണെങ്കിൽ ഒരു ദിവസം തന്നെ 8 പേര് എൻ്റെ മുമ്പിൽ കൂടെ അങ്ങനെ ശ്വാസം വലിച്ചു മേപ്പെട്ട് പോയി. അപ്പോൾ ഒരു തരത്തിൽ ഞാൻ കണ്ടു ഈ പോത്തിൻ്റെ പുറത്ത് കയറും ഒക്കെ ആയിട്ട് കണ്ടതാണ്. ഇപ്പം എനിക്ക് തമാശയായിട്ട് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും തമാശ ആയിരുന്നില്ല അന്ന് കണ്ടപ്പോൾ. ശരിക്കും കണ്ടതന്നെയാണ്. എൻ്റെ അടുത്തേക്കും വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം വന്നിട്ടില്ല. ഇനി വരുമായിരിക്കും, വരാതിരിക്കില്ല. ഒരു ദിവസം വരാതിരിക്കാൻ പറ്റില്ലല്ലോ, അത് ഉറപ്പാണ്. അപ്പം എന്തായാലും അത് ഉറപ്പാണ്, ഒരു ദിവസം ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തിനാണ് വരുന്നത്? നമ്മുടെ ജീവനെ, അങ്ങനെയാണ് ഒരു സമ്പ്രദായം എന്നർത്ഥം, നമ്മുടെ ജീവനെ വലിച്ചെടുത്ത് യാതനാദേഹം എന്നുള്ള ദിവ്യമായ ദേഹത്തിലേക്ക് മാറ്റി യമലോകത്ത് കൊണ്ടുപോയിട്ട് ചെയ്ത കർമ്മത്തിന് ശിക്ഷ കൊടുത്ത് ശുദ്ധീകരിച്ച് അടുത്ത ജന്മം കൊടുക്കാനാണ്. അപ്പം നമുക്ക് തന്നെ ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യമെന്ന് പറഞ്ഞാൽ ആരാ? ധർമ്മരാജാവാണ്, ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ള പ്രക്രിയയുടെ ഭാഗമായിട്ട് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഈ ഭയങ്കരന്മാരായിട്ടുള്ള 3 പേരെ കണ്ടു എന്ന് ആര്? അജാമിളൻ. ഇതുവരെ എത്ര നികൃഷ്ടമായ ജീവിതമാണ് നയിച്ചതെന്ന് അറിയില്ല. അതുപോലെ നികൃഷ്ടമായിട്ടുള്ള കൊല എന്ന് വേണ്ട ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ടും എല്ലാ തരത്തിലുള്ള അവധർമ്മങ്ങളും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു സൽക്കർമ്മം ഒരു 3-4 കൊല്ലമായിട്ട് 88 വയസ്സായിട്ടുള്ള അജാമിളൻ ചെയ്തിട്ടുണ്ട്. അതെന്താ? അവസാനത്തെ മകന് സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നാരായണൻ എന്ന് ഇട്ടു. ആ 84 മുതൽ 4 കൊല്ലം നാരായണ 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 എന്നല്ലാതെ വേറൊരു വർത്തമാനം അദ്ദേഹത്തിന് പറയാനില്ല. എന്തുകൊണ്ട്? വേറൊരു വർത്തമാനം പറഞ്ഞാൽ കേൾക്കാൻ ആരും ഇല്ല. നികൃഷ്ട ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള മക്കളൊക്കെ പോയിട്ടുണ്ട്. ഈ അവസാനത്തെ മകൻ മാത്രമേ അടുത്തുള്ളൂ. അതുകൊണ്ട് ആ ഉണ്ണിക്ക് തൻ്റെ കാര്യം നോക്കി പോകാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും നാരായണ, വെയിൽ കൊള്ളണ്ട നാരായണ, ഊണ് കഴിച്ചോളൂ നാരായണ, പാല് കുടിച്ചോളൂ നാരായണ, ഒന്ന് വരും നാരായണ 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 എന്നുള്ള വിളി, ജപം. നേരാവണ്ണം ജപിച്ചോ എന്നറിയില്ല. ആദ്യം നാരായണ വിളിച്ച് നാരായണ ഓടി വരും. എന്തെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും കൊള്ളാതെ കിടക്കുകയാണ്, നരകയാതനയായിട്ട്. കണ്ഠേ ഘുരഘുരായത്തെ, കണ്ടത്തിൽ കഫം കെട്ടി ഒന്നിനും കൊള്ളാതെ കിടക്കുന്ന അജാമിളൻ. അപ്പോഴാണ് പുത്രോപചാരിതമായിട്ട് തൻ്റെ ഉണ്ണിക്ക് പേടിയാവൂന്ന് വിചാരിച്ചുകൊണ്ട് യമദൂതന്മാരെ കണ്ടപ്പോഴേ, തൻ്റെ ഉണ്ണി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാക്കരെ, ആ ഉണ്ണിക്ക് പേടിയാവൂന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കെ നാരായണ എന്ന് ജപിച്ചു, നാരായണ എന്ന് വിളിച്ചു. ഉണ്ണി വിളി കേട്ടു? അറിയില്ല. എന്നാൽ വിളി കേൾക്കേണ്ട ആൾ വിളി കേട്ടിട്ടുണ്ട്.
ആരാ വിളി കേട്ടത്? ഭഗവാൻ നാരായണമൂർത്തി വിളി കേട്ടു. ഭഗവാൻ ഓടി വന്നു കഴിഞ്ഞിരിക്കുന്നു. ജുഹാവ നാരായണ നാമകം സുതം പുരാ മനാത്വൽസ്മൃതിവാസനാവലാൽ. നാരായണ എന്ന് പുത്രോപചാരിതമായിട്ട് എങ്ങനെ അജാമിളന് ജപിക്കാൻ കഴിഞ്ഞു? അതാണ് നമ്മളും സ്മരിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം. എന്താ അത്? ത്വൽസ്മൃതിവാസനാവലാൽ. ആ ഭഗവാനെ പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് ഭജിച്ചിട്ടുണ്ട്. വേദാന്ത ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്ന് ഭജിച്ചതിൻ്റെ ബലം കൊണ്ടാണ്. ത്വൽസ്മൃതിവാസനാബലാൽ. ആ ഭഗവത് സ്മരണയുടെ വാസനാബലം കൊണ്ട് തന്നെയാണ് നാരായണ എന്ന ജീവിത അന്ത്യത്തിൽ ജപിക്കാൻ അജാമിളിന് കഴിഞ്ഞത്. കാര്യം ജപിച്ചത് നാരായണൻ എന്നുള്ള ഉണ്ണിയെ വിളിച്ചതാണ്. പക്ഷേ അങ്ങനെയായാലും ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയ നാമാക്ഷരമാത്ര വൈഭവാൽ. ആ ഭഗവാന്റെ നാമത്തിൻ്റെ അക്ഷരങ്ങളുടെ 4 മാത്രയുടെ വൈഭവം കൊണ്ട് തന്നെ, നാരായണ എന്നുള്ള 4 അക്ഷരത്തിൻ്റെ വൈഭവം കൊണ്ട് തന്നെ അവിടെ 4 പേര് ചതുർഭുജ പീതപട മനോരമ 4 വിഷ്ണുവാസിതന്മാർ വന്നു എന്ന് മാത്രമല്ല, അജാമിളനെ മൃത്യുവാശത്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് അവരനുഗ്രഹിക്കുന്നു. നിങ്ങളാ എന്താത് എന്നൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് പുറപ്പെട്ടുവെങ്കിലും എല്ലാ രീതിയിലും അവരെ തടഞ്ഞുകൊണ്ട് ഈ നാമത്തിൻ്റെ മാഹാത്മ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. തദീയ പാപം നിഖിലം യവേദയൻ. അധ്യാപനം ചെയ്ത പാപത്തിന് കണക്ക് കൊണ്ടുവച്ച് മുഴുവൻ അവിടെ മുമ്പിൽ നിരത്തി വെച്ചു കൊടുത്തു. എന്ത് പാപം ഉണ്ടായാലും സാരില്ല. ഭവന്തു പാപാനി കഥന്തു നിഷ്കൃതേ. എത്ര പാപം ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ദണ്ഡനോ? പരിഹാരം ചെയ്തു കഴിഞ്ഞു. എന്ത് പരിഹാരം? നാരായണ ജപിച്ചു. നാരായണ എന്ന് ജപിച്ചതല്ല, പിന്നെ മകനെ വിളിച്ചതാ. അത് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. എങ്ങനെ ജപിച്ചാലും ഭഗവാന്റെ നാമത്തിന് ഫലമുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ കഠിനമായ പാപങ്ങൾ ജപിച്ചാലും ഭഗവാന്റെ നാമം ജപിച്ചാൽ അതിന് ഫലമാണ് എന്നുള്ള നൃണാം അബുദ്ധ്യാവിമുകുന്ദ കീർത്തനം. അറിയാതെ ജപിച്ചാലും, എന്ത് നാമത്തിന്റെ മാഹാത്മ്യം അറിയാതെ ജപിച്ചാലും, ദഹത്യഖൗഖാൻ മഹിമാസ്യതാദൃശ. അഗ്നിയിൽ എന്തിട്ടാലും ദഹിക്കില്ലേ? തീ ഇങ്ങനെ കൂട്ടിയിരിക്കുക. അതുകൂടെ അറിയാതെ കടന്നു പോയപ്പോൾ അറിയാതെ ചവിട്ടി, കാല് പൊള്ളി, ഞാൻ അറിയാതെ ചവിട്ടിയതാ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ലല്ലോ. അറിഞ്ഞായാലും അറിയാതെ ആയാലും അഗ്നി തൊട്ടാൽ പൊള്ളും. ഇത് സ്വാഭാവികമാണ്. അതുപോലെ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചാലും അതിന് ഫലമുണ്ട്. എത്രയോ കോടി ജന്മങ്ങളുടെ പാപമാണ് അജാമിളൻ ഇല്ലാതെയാക്കിയിരിക്കുന്നത്. ബാക്കിയുള്ള വേദങ്ങളിൽ വിധിച്ചിരിക്കുന്ന പരിഹാരങ്ങളെ കൊണ്ടൊക്കെ പാപം നശിച്ചെന്ന് വരാം. പാപവാസന നശിക്കാനായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടേ കഴിയുള്ളൂ. അത്രയും ഭഗവത് ഭക്തിക്കും ഭഗവാന്റെ സേവയ്ക്കും മഹത്വമുണ്ട് എന്നൊക്കെ നാമത്തിൻ്റെ മാഹാത്മ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ യമദൂതന്മാരെ പറഞ്ഞേക്കുന്നു. അവരെ പോയിട്ട് യമധർമ്മ മഹാരാജാവിൻ്റെ അടുത്തെത്തിയപ്പോൾ യമധർമ്മ മഹാരാജാവും നല്ല ശിക്ഷ കൊടുത്തു. അത്ര നല്ല ഉപദേശമൊക്കെ ഉണ്ടായി. നാമത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കോളൂ, ഇനി എവിടെയും പോകണ്ട കേട്ടോ. ഒരിക്കലെങ്കിലും നാമം ജപിച്ചവരുടെ അടുത്ത് പോകണ്ട, ഒരിക്കലെങ്കിലും ഭഗവാനെ ഭജിച്ചവരുടെ അടുത്ത് പോകണ്ട, ഒരിക്കലെങ്കിലും ഭഗവാനെ നമസ്കരിച്ചവരുടെ അടുത്തേക്ക് പോകുകയേ വേണ്ട. പിന്നെ അവരുടെ കാര്യമൊക്കെ ഭഗവാൻ നേരിട്ട് നോക്കിക്കോളും. ഇങ്ങനെയൊക്കെയുള്ള ആ കാരുണ്യവാരിധിയായിട്ടുള്ള ഭഗവാനെ അവിടുന്ന്, വാതാലയനാഥനായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് തന്നെ പാഹിമാം, വാതാലയനാഥ പാഹിമാം എന്നൊക്കെ നമസ്കരിക്കുന്നു. പ്രജയസ്സുകളുടെ ചരിത്രം, ദക്ഷചരിതം, ദക്ഷൻ്റെ വംശം, ആ ദക്ഷൻ്റെ വംശത്തിലെ ചിത്രകേതു ഉപാഖ്യാനവും ഒക്കെ വർണ്ണിച്ച് ക്രമേണ പരമഭാഗവതനായിട്ടുള്ള പ്രഹ്ലാദനിലേക്കാണ് എത്തിച്ചേരുന്നത്. ഭാഗവതത്തിൽ പറയുന്ന രീതിയിൽ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചപ്പോൾ ഹിരണ്യാക്ഷനെ ഭഗവാൻ പോത്രിപ്രവരാപുഷ വരാഹമൂർത്തിയായിട്ട് വന്ന് നിഗ്രഹിച്ചപ്പോൾ ക്രുദ്ധനായിട്ടുള്ള ഹിരണ്യകശിപു ശൂലമുയർത്തി പിടിച്ചുകൊണ്ട് പ്രതിജ്ഞാവാതേനെ സഭയിൽ വെച്ച് പ്രതിജ്ഞ എടുത്തു. എന്താണ് പ്രതിജ്ഞ? ഞാൻ വിഷ്ണുവിൻ്റെ കഥ കഴിക്കും, ഈ ശൂലം കൊണ്ട്
വിഷ്ണുവിനെ കുത്തിക്കുറക്കും എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തു. പിന്നെ അതാ വിധാതാരം ഘോരം, ബ്രഹ്മാവിനെ ഗംഭീരമായിട്ട് അങ്ങോട്ട് തപസ്സനുഷ്ഠിച്ചു. തപസ്സുകൊണ്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. വിവിധങ്ങളാകുന്ന വരങ്ങൾ യാചിച്ചു. എന്തൊക്കെയാ വരങ്ങൾ യാചിച്ചത്? മൃഗാദ്യൈ സുരനര മൃഗാദ്യൈ അനിധനം. എന്തൊക്കെയാ? കുറേ വരങ്ങൾ. പകല് മരിക്കാൻ പാടില്ല, രാത്രി മരിക്കാൻ പാടില്ല, അകത്ത് വെച്ച് മരിക്കാൻ പാടില്ല, പുറത്ത് വെച്ച് മരിക്കാൻ പാടില്ല, അങ്ങനെ പല വരങ്ങൾ. സുരനര മൃഗാദ്യൈ, ദേവന്മാർ കൊല്ലരുത് തന്നെ, മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, ഇങ്ങനെയൊക്കെ വരങ്ങൾ വാങ്ങി. ഇപ്പം ഞാൻ ജഗന്നായകനാണ് എന്നുള്ള ഭഗവാന്റെ സ്ഥാനം അങ്ങോട്ട് തട്ടിപ്പറിച്ചു എന്നൊക്കെ വിചാരിച്ച് നടക്കാൻ തുടങ്ങിയത്രേ. എന്തായാലും പിന്നെ ലോകം മുഴുവൻ ഭഗവാനെ അന്വേഷിച്ച് നടന്നു. ഭഗവാൻ വേഗം മറഞ്ഞിരുന്നു. ആചാര്യന്മാർ പറയാ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലേക്ക് തന്നെ മറഞ്ഞിരുന്നു. പിന്നെ കാണില്ലല്ലോ. ആൾക്കാർ പുറത്തേക്ക് നോക്കുന്നില്ല, അത് അകത്തേക്ക് നോക്കാറില്ലല്ലോ. ഇങ്ങനെ ലോകം മുഴുവൻ അന്തർധിത ഹൃദയെ സൂക്ഷ്മപുഷ, ചെറിയ രൂപത്തോട് കൂടിയിട്ട് ഉള്ളില് ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ കയറി മറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഹിരണ്യകശിപുവിൻ്റെ മകൻ പ്രഹ്ലാദൻ, തതോസ്യ പ്രഹ്ലാദ സമജനി സുതോ ഗർഭവസതവൂ, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരമഭാഗവതനായിത്തീർന്നു. എങ്ങനെ പരമഭാഗവതനായിത്തീർന്നു? ഹിരണ്യകശിപു തപസ് ചെയ്യാൻ പോയ സമയത്ത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ കയാധു ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഇന്ദ്രൻ വന്ന് കയാധുവിനെ വധിക്കാൻ പുറപ്പെട്ടു. കാരണം ഇവൾ ഗർഭിണിയാണ്. ഇതുപോലെ ഇവളുടെ ആ ഹിരണ്യകശിപുവിൻ്റെ മകൻ ലോകത്തിൽ വന്നാൽ ലോകത്തെ മുടിപ്പിക്കും, അതുകൊണ്ട് ഇവളെ ഇപ്പോഴാണ് കൊല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് വന്നു. പക്ഷെ നാരദ മഹർഷി വന്നു, നിനക്കൊന്നും ഇവളെ തൊടാൻ കഴിയില്ല ഈ സമയത്ത്, അത് മാത്രമല്ല പരമഭാഗവതനാണ് വളരാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ പറഞ്ഞയച്ചു. ഇന്ദ്രൻ കയാധുവിനെ നമസ്കരിച്ചുകൊണ്ടാണ് അത്ര അവിടെ നിന്ന് പോയത്. പിന്നെ ഹിരണ്യകശിപു വരുന്നവരെ അമ്മയുടെ ഗർഭത്തിലാണ്. അവിടെ അത് എവിടെ താമസിക്കുന്നത്? നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ. സാത്വികമായിട്ടുള്ള അന്തരീക്ഷം, സാത്വികമായിട്ടുള്ള ഉപദേശങ്ങൾ നാരദ മഹർഷി ഭാഗവതം അങ്ങനെ ഉപദേശിച്ചു കൊടുത്തു അത്രേ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഭാഗവതം, അതാണ് നാരായണീയം ഭാഗവതമൊക്കെ എപ്പോഴാണ് നമ്മൾ കേൾക്കേണ്ടത്? അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കേൾക്കണമെങ്കിൽ വേറെ ആരെയും കേൾപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് വായിക്കേണ്ടതും ഒക്കെ, അല്ലെങ്കിൽ ഇന്നിപ്പോൾ സപ്താഹത്തിന് ആരാ കേൾക്കേണ്ടത്? ഗർഭിണികളായിട്ടുള്ളവർ, അല്ലെങ്കിൽ നാരായണീയം കേൾക്കേണ്ടവരൊക്കെ ആരാ? ഗർഭിണികളായിട്ടുള്ളവർ. കേട്ട് കഴിഞ്ഞാൽ നമുക്കും ഗുണമായി, അടുത്ത ജന്മത്തിനും അടുത്ത തലമുറയ്ക്കും ഗുണാവും. അങ്ങനെ ആ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് കൊണ്ട് തന്നെ ഭഗവത് ഭക്തി മഹിമയെ സമ്പാദിച്ചു. ജന്മനാ തന്നെ ഭഗവത് ഭക്തനായിട്ട് മാറി. ഭഗവാനിൽ എന്തെന്നില്ലാത്ത തൊയ്രതിം ജാത്യ, അഥവാ ജന്മനാ തന്നെ ഭഗവാനിൽ എന്തെന്നില്ലാത്ത ഭക്തിയോട് കൂടിയിട്ട് പരമഭാഗവതനായി തീർന്നു. ഭഗവത് ഭക്തന്മാർക്ക് ഉദാഹരണം ആരാ ചോദിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദനാണ്. വിപരീത സാഹചര്യത്തിൽ പരമഭാഗവതനായി തീർന്ന ആള്, ജീവിത പ്രശ്നങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് അതിക്രമിച്ച ആള്, അതാണ് പ്രഹ്ലാദൻ. എന്നാൽ ഏറ്റവും സാത്വികൻ. നമുക്കൊക്കെ നരസിംഹാവതാരോ പ്രഹ്ലാദിൻ്റെ കഥയൊക്കെ വരുമ്പോൾ നമുക്ക് വല്ലാത്ത ഭാവമൊക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പ്രഹ്ലാദനൊരു ഭാവമില്ല. പരമഭാഗവതൻ, പരമസാത്വികൻ. എന്നാൽ ജീവിത പ്രശ്നങ്ങളൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് പ്രഹ്ലാദൻ അതിജീവിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ, സുരാരീണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സദൃഷ്ട്വാ. ഭഗവാനോട് എന്തെന്നില്ലാത്ത ഭക്തി ഭാവം, ദാസ്യഭാവം ഒക്കെ കണ്ട്, അതും ഹിരണ്യകശിപുവിൻ്റെ ഒരു ഉണ്ണി ഭക്തനായി കഴിഞ്ഞാൽ ദേവന്മാർ പോലും പരിഹസിക്കില്ലേ? അങ്ങനെയുള്ള അവസ്ഥയിൽ പരമഭാഗവതനായി തീർന്ന് തൻ്റെ മകൻ ലോകത്തെ മുഴുവൻ കിടുകിട വർപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ ഏകഛത്രാധിപതിയായിട്ട്, എന്താ പറയുക, ശാരീരികമായ സുഖം മാത്രമേ സത്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന തൻ്റെ മകൻ നേരെ വിപരീതമായി കഴിഞ്ഞാൽ എങ്ങനെ നേരെയാവുക? നാട്ടുകാർ പരിഹസിക്കില്ലേ തന്നെ? അങ്ങനെയുള്ള സമയത്താണ് പരമഭാഗവതനായിട്ട് മാറുന്നു പ്രഹ്ലാദൻ. അത് കണ്ടപ്പോഴാണ് ഗുരുനാഥന്മാരെ വിളിച്ചൊന്ന് ഇരിയക്കണം, ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു. അവരൊക്കെ നന്നായിട്ട് അവർക്ക് പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ ഉണയിക്കാം, എങ്ങനെ ഉറങ്ങാം. ഗുരുഭി അശിചിക്ഷയത് അമ്മും.
പക്ഷേ ആ ഗുരുനാഥൻ പഠിപ്പിക്കുന്നത്, അവർ പഠിപ്പിക്കുന്ന ഊണ് കഴിക്കണം ഉറങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രഹ്ലാദൻ ചെവി കൊണ്ട് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അഭദ്രായ, ഇതെനിക്കുള്ളതല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കേട്ടത്. ഇത് അഭദ്രായ ദൃഢം ഇത്യപാകുറുവൻ സർവം തവചരണ ഭക്തി വവൃധേ. ഭഗവത് പാദങ്ങളിലുള്ള ഭക്തി മാത്രമാണ് ശ്രേഷ്ഠം എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ഇടയ്ക്ക് കൊണ്ടുപോകുന്നു. പ്രഹ്ലാദ പഠിച്ചതിൽ നല്ല പാഠം എന്താണ്? അധീതേഷു ശ്രേഷ്ഠം. ഒരു ദിവസം അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴേ മടിയിൽ വാരിയെടുത്ത് പഠിച്ചത് വെച്ച് ഏറ്റവും നല്ല പാഠം എന്താണ്? ഭവൽ ഭക്തിം വര്യം. ഭഗവാന്റെ തൃപാദങ്ങളിലുള്ള ഭക്തിയാണ് ശ്രേഷ്ഠം. അതിനുള്ള പഠിച്ചതിൽ മുഴുവൻ ചുരുക്കി പറയുകയാണെങ്കിൽ ശ്രവണം, കീർത്തനം, വിഷ്ണോസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഭക്തി ഉണ്ടാവാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഭഗവാന്റെ കഥകൾ കേൾക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ ഭക്തി, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതിങ്ങനെ കേൾക്കുമ്പോഴേക്കും ക്രുദ്ധനായിട്ട് ഇതാ പഠിപ്പിച്ചത് ചണ്ടാമർക്കന്മാരോട്, ഗുരുനാഥന്മാരോട്. അയ്യോ, ഞങ്ങൾ പഠിപ്പിച്ചതല്ല, വേറെ ആരും ഒന്നും പഠിപ്പിച്ചതല്ല, ഇവന്റെ ജന്മനാളുടെ സ്വഭാവമാണ്, മാറ്റാൻ പറ്റും തോന്നുന്നില്ല. എന്നാ ഇവനെ ഉടനെ കൊണ്ടുപോയിട്ട് കൊല്ലാൻ നോക്കുക, ഉടനെ കൊല്ലണം ഇവനെ. പ്രഹ്ലാദിനെ ഇടപെട്ടുവിട്ടോ. അവർ പഠിപ്പിച്ചതൊന്നും അല്ലാട്ടോ ഇത് ഗുരുവായൂരപ്പൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് മാത്രമേ ഒരാൾക്ക് ഭഗവാന്റെ മനസ്സിലേക്ക് മനസ്സുറച്ചു കിട്ടുള്ളൂ, ഭഗവാന്റെ പാദങ്ങളിലേക്ക് മനസ്സുറച്ചു കിട്ടുള്ളൂ. ഇത് ജന്മനായുള്ള സ്വഭാവമാണ്, ആരും പഠിപ്പിച്ചതല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി പ്രഹ്ലാദൻ. ദേഷ്യം വന്ന് ശൂലൈ ആ വിദ്ധ, ഇവനെ കൊല്ല എന്ന് പറയുമ്പോഴേക്കും ശൂലം കൊണ്ട് കുത്തുക. സുബഹുമധിതോ ദിഗ്ഗജഗണൈ, ദിഗ്ഗജങ്ങളെ കൊണ്ട് കുത്തിക്കുക. മഹാസർപ്പൈ ദഷ്ട, മഹാസർപ്പങ്ങളെ കൊണ്ട് കടുപ്പിക്കുക. എന്ന് വേണ്ട, വിഷം കൊടുക്കുക, ഭക്ഷണം കൊടുക്കാതിരിക്കുക. അനശന ഗരാഹാര വിദ്യുത, അനശനം, ഭക്ഷണം കൊടുക്കാതിരിക്കുക, പിന്നെ വിഷം കൊടുക്കുക. ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും വലിയ ഗിരീന്ദ്ര പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് താഴ്ത്തി തട്ടിയിടുക. എങ്ങനെയൊക്കെയാ സാധുവായിട്ടുള്ള ഭാഗവതനെ ഉപദ്രവിച്ചത്. പക്ഷേ ഒരു പോർല ഏൽപ്പിക്കാൻ പോലും പറ്റിയില്ല. രക്ഷിക്കാൻ അവിടെ ഭഗവാൻ ഉണ്ടായിരുന്നു. ഒരു തവണ പോലും ഹരേ നാരായണ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പ്രഹ്ലാദൻ കരഞ്ഞില്ല. കരഞ്ഞു നടക്കുന്നവരെയൊന്നല്ല ഭക്തന്മാരെന്ന് പറയാ. രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞു നടക്കുന്നവരെല്ലാന്ന്. അവർ കരയുന്നുണ്ടായിരിക്കാം. പ്രഹ്ലാദനും കരഞ്ഞു നടക്കുക. ഭക്തി ലഹരിയിലെല്ലാം മറന്നുകൊണ്ട് കണ്ണുനീര് വാർക്കും, ആനന്ദാശ്രുക്കൾ പൊഴിക്കും. ഭഗവത് സ്വരൂപം ഹൃദയത്തിൽ കാണാതെ കഴിഞ്ഞാൽ പൊട്ടിക്കരഞ്ഞൊന്നും വരാം. അല്ലാതെ നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കരയാറില്ല. അയ്യോ കാലിന് വേദന, അയ്യോ, കരയാറില്ല. പക്ഷേ ഒരു പീഡയും പ്രഹ്ലാദന് ഏറ്റില്ല. രക്ഷിക്കാൻ ഭഗവാൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ നേരിയാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരുനാഥന്മാർ കൊണ്ടുപോയി അവരവിടെ പിടിച്ച് കെട്ടിയിട്ടു. അവരുടെ ഗുരുകുലത്തെ പിടിച്ച് കെട്ടിയിട്ടു. അവിടെ കിടക്കുക എന്ന് പറഞ്ഞാൽ അവർ ഓരോ വഴിക്ക് പോയി. വരുണവാസം കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്. അതിഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവുക. അപ്പോഴേക്കും കുട്ടികളൊക്കെ ചുറ്റും വന്നപ്പോഴേ ഭഗവത് ഭക്തിയുടെ മഹത്വം ആ കുട്ടികൾക്ക് പോലും ഉപദേശിച്ചു. ഇപ്പോൾ അസുരന്മാരില്ലാത്ത അവസ്ഥയാണ്. അസുര കുട്ടികൾ മുഴുവൻ ഭക്തന്മാരെ കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അവരോട് പറഞ്ഞു ഭഗവത് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ആകെ കുറച്ചു കാലമുള്ളൂ, ആര് പറഞ്ഞാലും കേൾക്കണം. പക്ഷെ കേട്ടത് ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കാൻ പാകത്തിനാവണം. ആകെ 100 കൊല്ലം ആയുസ്സുണ്ട്. പകുതി ഉറങ്ങിപ്പോവും. പിന്നെ കുട്ടിക്കാലത്ത് കളിയായിട്ട് പോവും. വയസ്സായി കഴിഞ്ഞാൽ വൃദ്ധന്മാർ ആ സമയത്തും ഭഗവാനെ ഭജിക്കാൻ പറ്റില്ല. യൗവനത്തിലും പറ്റില്ല. കല്യാണം കഴിഞ്ഞിരിക്കാൻ പറ്റുമോ? ഒന്നും ഉണ്ടാവില്ല. കുട്ടികളായി കഴിഞ്ഞാൽ അതിനും ബുദ്ധിമുട്ടായി. പിന്നെ ആകെ കൂയിട്ട് കുട്ടിക്കാലത്താണ്. അതുകൊണ്ട് കൗമാര ആചരേൽ പ്രാജ്ഞോധർമാൻ ഭാഗവതാനിഹ. മാരൻ്റെ വാണം ഏൽക്കാത്ത കുട്ടിക്കാലത്ത് വേണം ഭഗവാനെ ഭജിക്കാൻ. നിങ്ങൾ ഇപ്പം തുടങ്ങിക്കോളൂ. ഒരു കാലത്തും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഭക്തി ഉണ്ടാവാൻ എളുപ്പമായിട്ടുള്ള വഴി എന്താ? നാമസങ്കീർത്തനം തന്നെ. ഭഗവാന്റെ നാമം ജപിച്ചോളൂ. സജ്ജനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവത് കഥാമൃതം പാനം ചെയ്ത് നാമം അങ്ങനെ ജപിക്കുമ്പോഴേക്കും ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഒരു ഭയവും വേണ്ട. ബാക്കിയൊക്കെ മമതാസ്പദങ്ങളാണ്. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, എല്ലാവരും അച്ഛൻ നമുക്ക് പ്രിയപ്പെട്ടവരല്ലേ, അമ്മ പ്രിയപ്പെട്ടവരല്ലേ. എത്ര പ്രിയപ്പെട്ട അമ്മയും ഒരു ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞു പോവും.
എത്ര പ്രിയപ്പെട്ട അച്ഛനും നമ്മളെ ഒരു ദിവസം ഉപേക്ഷിച്ചു പോവും. പിന്നെ വന്നവരാ സഹോദരന്മാർ, അവരും നമ്മളെ ഉപേക്ഷിച്ചു പോവും, അല്ലെങ്കിൽ നമ്മൾ അവരെ ഉപേക്ഷിച്ചു പോവും. പിന്നെ വന്നവരാണ് ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അവരും നമ്മളെ ഉപേക്ഷിച്ചു പോവും. നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ ലോകത്തിൽ, ഭഗവാൻ മാത്രമേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ തന്നെ മുറുക്കെ പിടിച്ചോളൂ, നിങ്ങളെ ഉപേക്ഷിക്കില്ല, ഉറപ്പ്. അയ്യോ ഞങ്ങൾക്ക് പറ്റും, ഞങ്ങളൊക്കെ അസുരന്മാരല്ലേ, എനിക്ക് ഭഗവാൻ ഉണ്ടായില്ലേ കൂടെ? നിങ്ങൾക്കുണ്ടാവും, ഒരു സംശയമില്ല. ഭഗവാന് വേറെ ഒന്നും പ്രശ്നമല്ല. ഏതാണ് കുലം, ഏതാണ് ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, അല്ലെങ്കിൽ അസുരനാണോ, ദേവനാണോ, എത്ര വിദ്യാഭ്യാസം ഉണ്ട്, സംസ്കൃതം ഉണ്ടോ, കാവ്യം പഠിച്ചിട്ടുണ്ടോ, വേദാന്തം ഉണ്ടോ, ഒന്നുമല്ല. കേവലമായ ഭക്തി മാത്രം മതി ഭഗവാൻ സന്തോഷിക്കാൻ. കേവലയാ ഭക്തിയാ, ഭക്തി കൊണ്ട് മാത്രം ഭഗവാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ട് ഒരു സംശയം വേണ്ട എന്ന് ഉറപ്പ് കൊടുക്കുന്നു. ആ കുട്ടികളൊക്കെ ഹരേ നാരായണ, ആ ഭഗവാന്റെ ഭഗവത് പാദങ്ങളിലുള്ള ഭക്തിയുടെ മഹത്വം അവർ കണ്ട് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇത് ഏതോ പുസ്തകം നോക്കിയിട്ട് പറയുന്ന വാക്കുകളല്ല പ്രഹ്ലാദൻ. നമ്മളൊക്കെ എന്തെങ്കിലും നോക്കിയിട്ട് തന്നെ പറയാണ്, എവിടെയെങ്കിലും കേട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രഹ്ലാദൻ അങ്ങനെയല്ല, തൻ്റെ അനുഭവമാണ് തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചാട്ടുള്ളി പോലെയാണ് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് തറച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് അനുഭവമായി തീർന്നു. അതോടുകൂടിയിട്ട് ഇനിയൊരു നാളേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കില്ല എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ. ഒരു നാമം ജപിച്ചാൽ കഴുത്തറ്റ് വീഴുന്ന ഹിരണ്യകശിപുവിൻ്റെ മൂക്കിൻ്റെ താഴെയാണ് കുട്ടികൾ യാതൊരു ഭയമില്ലാതെ നാമസങ്കീർത്തന ജപലഹരിയിൽ നൃത്തം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കേട്ട് പിതാശൃണ്വൻ ബാലപ്രകരമഖിലം ത്വൽസ്തുതിപരം രുഷാന്ധപ്രാഹൈനം കുലഹതക. നീ കുലം മുടിപ്പിക്കുന്നവനാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് ഹിരണ്യകശിപു ഇത് കേട്ട് വാൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. നീ കുലം മുടിപ്പിക്കുന്നവനാണ്. കസ്തേ ബലം. നീ ഞെളിഞ്ഞുകൊണ്ട് അച്ഛനെ കണ്ടപ്പോഴേക്കും വീണ് നമസ്കരിക്കുക, പിതൃദേവോഭവ എന്നുള്ള ഭാവമൊക്കെ കണ്ടപ്പോ ചവിട്ടേറ്റ സർപ്പത്തെ പോലെ ചീറ്റിക്കൊണ്ട് നിനക്ക് ആരാ ബലം? ഈ കപട വിനയം അഭിനയിക്കാനായിട്ട് നിനക്ക് ആരാ ബലം പറയേ? നിന്റെ പിന്നിലെ ഏതോ ഒരുത്തനുണ്ട്, ആരാ ബലം എന്ന് പറയേ? അച്ഛാ ന കേവലം മേ, എനിക്ക് മാത്രമായിട്ടൊരു ബലമില്ല അച്ഛ, അച്ഛനും ബലം ഭഗവാൻ. ബലം മേ വൈകുണ്ഠ, എൻ്റെ ബലം വൈകുണ്ഠമൂർത്തിയായ ശ്രീ ഗുരുവായൂരപ്പനാണ്, ശ്രീഹരിയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ എനിക്ക് മാത്രമല്ല, അച്ഛനും ബലമായത് ആ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനാണ്. ജഗതാം ചാപി തവച, അങ്ങേക്കും ഈ ലോകത്തിന് മുഴുവൻ ബലം ഭഗവാൻ തന്നെയാണ്. ഈ ലോകമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ധീരോയമഗതിയിൽ, യാതൊരു ദേഷ്യമില്ല അച്ഛനോട്, എന്നാൽ ധീരനായിട്ട് യാതൊരു ഭയത്തിന്റെ കണിക പോലും ഇല്ലാതെയാണ് ആ പിഞ്ചുബാലൻ ഭക്തിയുടെ മഹത്വം കൊണ്ട് നിന്ന് പറയുന്നത്. എൻ്റെ ബലം ഭഗവാനാണ്, അച്ഛനും ബലം ഭഗവാനാണ്. എന്നെ ഓരോ ജീവിത സാഹചര്യങ്ങളിലും ഓരോ വീഴ്ചകളിലും കൈയുയർത്തി പിടിച്ചുയർത്തിയത് ഭഗവാനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാത്രമല്ല, അച്ഛനിങ്ങനെ അലറാനും ബലമായത് ഭഗവാൻ തന്നെ. ഇതിന് കേൾക്കുമ്പോഴേക്കും ദേഷ്യ ഇരട്ടിയെ വരികയാണ്. അരേ ക്വാസൗ ക്വാസൗ, എടാ എവിടെ അവൻ? നിനക്ക് ബലമായിട്ടുള്ള അവൻ എവിടെ? അരേ ക്വാസൗ ക്വാസൗ സകല ജഗതാത്മാ ഹരി ഇതി, ആ സകല ജഗതാത്മാവായിട്ടുള്ള ഹരി നീ പറഞ്ഞ അവൻ എവിടെ? പറയേ. എല്ലായിടത്തുണ്ടല്ലോ, സർവത്ര എല്ലായിടത്തുണ്ടല്ലോ. ഹിരണ്യകശിപു കണ്ണുരുട്ടി വീഴ്ച നോക്കി, എവിടെയും കാണാനില്ല. എല്ലായിടത്തുണ്ടെങ്കിൽ നീ എന്നെ വീണ്ടും പറ്റിക്കുകയാണ്. നീ പറഞ്ഞ എല്ലായിടത്തുണ്ട്, ശരി, എല്ലായിടത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് കസ്മാൽ സ്തംഭേന, ഈ തൂണിൽ എന്തുകൊണ്ടില്ല? അവിടെയും ഭഗവാനെ കണ്ടുകൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് പ്രഹ്ലാദൻ അച്ഛനോട് പറഞ്ഞിരുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ അച്ഛനെ അനുഭവിക്കട്ടെ. പറഞ്ഞ് കേൾപ്പിക്കാനും പറഞ്ഞറിയലും കേട്ടറിയലും ഒക്കെ പരിധിയുള്ളതാണ്. ഭഗവാനെ അനുഭവിക്കുക വേണ്ടത്. അനുഭവിക്കട്ടെ. തൊഴുതു പിടിച്ചുകൊണ്ട് ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് പ്രഹ്ലാദൻ ഇതിനെ കാണുമ്പോഴേക്കാണ് ദേഷ്യേ. പ്രഭിന്ദേ സ്മസ്തംഭം ചലിത കരവാളോ ദ്വിജസുത, നീ വീണ്ടും എന്നെ പറ്റിക്കുകയാണ്, ഞാൻ ഈ തൂണ് ഇടിച്ചു പൊളിക്കും. അതിന് ഹരി എന്നൊരുത്തന്നെ ഇവിടെ വന്നില്ലെങ്കിൽ നിന്റെ അന്ത്യമാണെന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് ആ വാള് പിടിച്ച് ഉരുക്കുപുഷ്ടി കൊണ്ട് സ്തംഭം തഥാട് അതിബലസ്വമുഷ്ടിന,
ഒരു ഇടി കൊടുത്തു. അത പശ്ചാത് വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ. പവനപുരവാസിൻ മൃഡയമാം. അത പശ്ചാൽ, ഇനി അടുത്ത വരി എന്താണെന്ന്. വിഷ്ണു നഹി വദിതുമീശോസ്മി സഹസ, പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അടുത്ത രംഗം എന്താണെന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അല്ല, ഇനി ഞാനത് പറയണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ച് കാരുണ്യം, കൃപാത്മൻ വിശ്വാത്മൻ, കുറച്ച് കാരുണ്യം അവിടുന്ന് ചൊരിഞ്ഞാൽ, അവിടുന്ന് കൃപാത്മാവല്ലേ, വിശ്വാത്മാവല്ലേ. പവനപുരവാസിൻ ഹൃദയമാം എന്ന് പറഞ്ഞാണ് നിർത്തിവെച്ചു അദ്ദേഹം. ആ തൂണുമ ഇടിച്ചു എന്ന് പറഞ്ഞിട്ടേ അന്നത്തെ ഗ്രന്ഥ രചിക്കൽ നിർത്തിവെച്ചു പോയി. ഇങ്ങനെ നിർത്തിയിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? കാരണം മേൽപ്പത്തൂരിന് പറ്റിയില്ല. അദ്ദേഹം പോലും ഞെട്ടിപ്പോയി. ഏത് രംഗവും ഏത് വലിയ കഥയും ഒറ്റ ശ്ലോകം കൊണ്ട് പറയാൻ കഴിവുള്ള ആളാണ്. വേണമെങ്കിൽ ഒറ്റ ഈ 2 ശ്ലോകത്തിൻ്റെ ഉള്ളിൽ നരസിംഹാവതാരം എന്നെ അപ്പുറത്തും പറഞ്ഞ് നിർത്തി പോവായിരുന്നു. പറ്റിയില്ല. അതുകൊണ്ട് അവിടെ നിർത്തി. ഇനി എന്നെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അന്ന് രാത്രി മേൽപ്പത്തൂരിന് ഇങ്ങനെ ദർശനം കൊടുത്തു അത്രേ ഭഗവാൻ. ഇപ്പം ഭഗവാനാ വല്ലാതെ ഏത് ഇങ്ങനെ തയ്യാറായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇനി ഉണയിട്ടാവാന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഭഗവാനാണ് ഇപ്പം വല്ലാത്ത പരിഭ്രമായത്. ഇപ്പനെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ. അല്ല, അടുത്ത രംഗം കൂടി ഞാൻ തയ്യാറായിട്ട് നിൽക്കുക. ഇനി വീണ്ടും വേഷം കെട്ടി എനിക്ക് വരാൻ പറ്റില്ല, വേഗം പറഞ്ഞോളൂ, അടുത്ത രംഗം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ മേൽപ്പത്തൂർ കൂട്ടാക്കിയില്ല. അദ്ദേഹമാണ് നിർത്തിപ്പോയി. വേണമെങ്കിൽ 2 ശ്ലോകം കൂടി, ചില ദശകത്തിലൊക്കെ 15 ശ്ലോകമൊക്കെ ഇല്ലേ, ദശകം എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. ചിലതിലൊക്കെ 12, 11, ചിലപ്പോൾ 9 ആയിക്കുണ്ടാവും. എന്നാൽ ഇതൊന്ന് കൂട്ടിക്കൂടെ, 2 ശ്ലോകം കൂട്ടിക്കോട്ടെ, നരസിംഹാവതാരം കൂടി കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഊണ് കഴിക്കാൻ 10 മിനിറ്റ് വൈകാലും സാരില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങനെ നിർത്തിക്കൂടെ, കഴിഞ്ഞിട്ട് മതി, കഴിഞ്ഞിട്ട് പോരെ എന്നൊക്കെയുള്ള ഭാവത്തിൽ മേൽപ്പത്തൂര് കൂട്ടാക്കിയില്ലേ, എണീറ്റ് പോയി. പക്ഷെ ഭഗവാനാണ് വല്ലാതെ ഏത്. ഭഗവാൻ പിന്നെ മേൽപ്പത്തൂരിൻ്റെ പിന്നാലെ. അന്ന് രാത്രി മുഴുവൻ മേൽപ്പത്തൂരിനെ തന്നെ കാണിച്ചു കൊടുത്തു തന്നെ സ്വരൂപം എന്താണെന്ന്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അതിരാവിലെ സ്നാനാദികൾ ഒക്കെ കഴിഞ്ഞ് ജപാദികളൊക്കെ കഴിഞ്ഞ് ഭഗവാനെ ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വെച്ച് അന്തപ്രകാരവും ഒക്കെ കഴിഞ്ഞ് മണ്ഡപത്തിൽ കയറി നമസ്കരിക്കുമ്പോഴേക്കും വെട്ടി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പുറത്ത് വന്ന് ആ വാതിൽ മാടത്തിൽ വന്ന് ഇരിക്കുമ്പോഴേക്കും സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംബപാത ചലിതോപ്യംഭോജഭൂർവിഷ്ടരാത്. കമ്പ കശ്ചന സംബപാത. ഹിരണ്യകശിപുവിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ടുള്ള ഇടിയുടെ ശബ്ദമല്ല പിന്നെ കേട്ടത്, അതിഭയങ്കരമായിട്ടുള്ള ശബ്ദമാണ് കേട്ടത്. കമ്പ കശ്ചന സംബപാത, അതിഭയങ്കരമായ ശബ്ദം, ലോകം മുഴുവനെ നടുങ്ങുന്ന ഗർജനം. ഭൂമി കുലുങ്ങുന്നുണ്ട്, സമുദ്രം തിരമാലകളായിട്ട് എത്രയോ അടിച്ചു കയറുകയാണ് സുനാമി എന്ന പോലെ. ഭൂമി കുലുങ്ങുന്നുണ്ടെന്ന് മാത്രമല്ല, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ പൊടിയുന്നുണ്ട്, വലിയ വലിയ കുന്നുകളൊക്കെ ഇങ്ങനെ പൊടിയുമ്പോഴേക്കും അതിനുള്ളിൽ നിന്ന് പ്രളയം പോലെ ജലം ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ, സമുദ്രം തിരമാലകളായിട്ട് കരയ്ക്ക് അടിച്ചു വരുന്നുവെങ്കിൽ ത്രിമൂർത്തികളുടെ സ്ഥാനം പോലും തെറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇടിവെട്ടുന്നുണ്ട്. അതിഭയങ്കരമായ ഒരു രംഗം. ഇന്ന് മാത്രമല്ല, ആ തൂണിനെ പിളരുമ്പോഴേക്കും തീജ്വാലകൾ ഉയരുന്നുണ്ട്. ആകാശത്തിലെ മേഘപാളികളെ തട്ടിമാടുന്ന സദാരോമങ്ങൾ, കുഞ്ചുരോമങ്ങൾ, ആകാശത്ത് തിരിച്ചു വെച്ചതായ കൊറ്റി ചെവി, 2 ഇരുമ്പുഗോളങ്ങൾ. ആ ഇരുമ്പുഗോളങ്ങൾ ഏതുപോലെ ചോദിക്കുകയാണെങ്കിൽ, ഇരുമ്പുഗോളങ്ങൾ ഇങ്ങനെ അഗ്നിയിലിട്ട് പഴുപ്പിച്ച് സ്വർണം പോലെ തീപ്പാർന്ന ഉണ്ട കണ്ണുകള്, നാസികാദ്വാരങ്ങളിലൂടെ കൊടുങ്കാറ്റ് പോലെ അകത്തേക്കും പുറത്തേക്കും കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോർവായ 2 മഞ്ഞവരിപ്പല്ലുകൾ, ഇടയിലൂടെ ദംഷ്ട്രങ്ങള്, അതിലൂടെ എത്രയോ നീളമുള്ള രക്തം ഇറ്റിട്ട് വീഴുന്ന
വാള് പോലുള്ള നാവ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഗുഹ പോലുള്ള മുഖത്തിലൂടെ കൊടുങ്കാറ്റ് പോലെ ഗർജനം, അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ കാറ്റ് പോയിക്കൊണ്ടിരിക്കുക. ഘോര ഘോര ഇങ്ങനെ രേ രേ ഗർജതി ഗർജതി, അതിഭയങ്കരമായിട്ടുള്ള ഗർജനത്തോട് കൂടിയിട്ട് ആ സിംഹമുഖം ഇങ്ങനെ കാണുമ്പോഴേക്കും ഹിരണ്യകശിപു പേടിച്ച് മുഖം താഴ്ത്തുമ്പോൾ കുറുകിയ കഴുത്ത്, താഴത്തേക്ക് വിരിഞ്ഞ മാറിടം, താഴത്തേക്ക് നരരൂപമാണ്. എത്രയോ വനമാലയും മുത്തുമാലകളും എത്രയോ കൈകളിലെ എത്രയോ തരത്തിലുള്ള ആയുധങ്ങളോട് കൂടിയിട്ടുള്ള കൈകളാണെങ്കിൽ 4 കൈകൾ ഒഴിച്ചിട്ടുണ്ട്. ക്രൂരാംശു ദൂരോൽപണമാകുന്ന നഖായുധങ്ങളോട് കൂടിയിട്ട് സത്യം വിധാതും നിജ ഭൃത്യഭാഷിതം, ഭക്തന്മാരുടെ വാക്കിനെ മുഴുവൻ സത്യമാക്കി തീർക്കൊണ്ടുകൊണ്ടുള്ള നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ആ ഉഗ്രരൂപം കണ്ട് ഒന്ന് പേടിച്ചുവെങ്കിലും പിന്നെ ധൈര്യം സംഭരിച്ചു. നൂനം വിഷ്ണുരയം, ഇവൻ തന്നെ വിഷ്ണു പണ്ട് ഇതുപോലെ കാടം വേഷം കെട്ടി തൻ്റെ സഹോദരനെ കൊന്നിട്ടുണ്ട്. ധൈര്യം സംഭരിച്ചുകൊണ്ട് യുദ്ധം തുടങ്ങുന്നു. സന്ധ്യാസമയം വരെ യുദ്ധം നീട്ടിക്കൊണ്ടുപോയി. സന്ധ്യാസമയമായി ഹിരണ്യകശിപുവിനെ പിടിച്ച് വലിച്ചഴിച്ച് ഉമ്മറപ്പടിയില്, അകത്തല്ല പുറത്തല്ല, ഉമ്മറപ്പടിയില് തന്റെ മടിയിലേക്ക് വലിച്ചിട്ടു 2 ഭാഗത്തേക്ക് 2 കൈകളെ അമർത്തുന്നു. അപ്പോഴേക്കും ഹിരണ്യകശിപുവിന്റെ മാറിടം കാവടി പോലെ തന്നെ വളഞ്ഞു വരുന്നുണ്ട്. കിടന്ന് പെടയുന്ന സമയത്ത് ഹിരണ്യകശിപുവിന്റെ ചെവിയോട് ചേർത്ത് വെച്ച ഒരു ഗർജനം ഉണ്ടായി. മരണസമയത്ത് ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്, വൈഷ്ണവ മന്ത്രമാണ്. അതോടുകൂടിയിട്ട് അത് കേൾക്കുന്നവർക്ക് സദ്ഗതി ഉണ്ടാവുന്നതാണ്, മോക്ഷം കിട്ടുന്നതാണ് പ്രമാണം. ആ മന്ത്രം പോലെ ചെവിയിലൊത്ത് എന്ന പോലെ ഗർജിച്ചുകൊണ്ട് ജീവനെ വലിച്ചെടുത്തു. 2 കൈകൾ ഉയർന്നു വരുന്നു. ക്രൂരാംശു ദൂരോൽപണമാകുന്ന നഖായുധങ്ങൾ ആ മാർദ്ദത്തിലേക്ക് തന്നെ ഇറക്കി വലിച്ചിനെ പൊളിക്കുമ്പോഴേക്കും രക്തങ്ങനെ പൊന്തി വന്ന് പായം പായം ഉദീരയൻ, രക്തങ്ങനെ കുടിച്ച് ഒരു ഉത്സവം തന്നെ. അത് കഴിഞ്ഞ് ചണ്ടിയായ ദേഹത്തേക്ക് തട്ടിക്കളഞ്ഞ് അവിടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ട് ഇങ്ങനെ ഘോരഘോരം ഗർജിച്ചുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ കണ്ട് എല്ലാവരും പേടിച്ചോടുകയാണ്. എഴുതിയിട്ട് വന്ന അസുരന്മാരെയൊക്കെ നിഷ്പ്രയാസം വകവരുത്തി ഭക്ഷിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് ഇരിപ്പായി ചുറ്റും നോക്കിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് ഭഗവാന്റെ ക്രോധത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമസ്തോഷത, ബ്രഹ്മാദി ദേവന്മാരൊക്കെ പ്രത്യേകം വന്ന് സ്തുതിച്ചു. ഭഗവാൻ സ്വന്തനായില്ല. പിന്നെയാണ് പ്രഹ്ലാദനെ പറഞ്ഞേക്കുന്നത്. പ്രഹ്ലാദവൻ തൊടുമ്പോഴാണ് പ്രഹ്ലാദനൊരു ഭയം ഉണ്ടായില്ല. കാരണം ഭഗവാനല്ല ഭയപ്പെടേണ്ടത്, ഭഗവാന്റെ മായയാണ് ഭയപ്പെടേണ്ടത് എന്ന് ബോധ്യമുള്ള പ്രഹ്ലാദൻ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ വന്ന് തോടുമ്പോഴേക്കും ശാന്തനായി കഴിഞ്ഞു. ഭക്തിയോട് കൂടിയിട്ട് സ്തുതിച്ച് സന്തോഷിപ്പിക്കുന്നു ഭഗവാനെ. അങ്ങനെയുള്ള പ്രഹ്ലാദപ്രിയനായ മരുൽപുരവതേ സർവാമയാൽ പാഹിമാം, എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കണേ. നമുക്കും പ്രാർത്ഥിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.